എന്താണ് ഒരു പ്രൊപ്പഗാൻഡ സിനിമ? എന്തിനാണത് നിർമ്മിക്കുന്നത്? കർശന ബുദ്ധിയോടെയുള്ള ആശയപ്രചാരണത്തിന് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു സിനിമ എവിടെ ഏതു സമയത്ത് ഉപയോഗിക്കണം എന്നറിയുന്നവരാണ് അതിന്റെ അണിയറക്കാർ. ആരും ചോദിക്കാനില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ തിരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യത്തിന്റെ പൊതുസ്വത്തെന്ന് അഭിമാനിക്കുന്ന ദൂരദർശനിലൂടെ അതിന്റെ പ്രക്ഷേപണം പ്രതിഷേധമാകാം. അതിനൊക്കെ അപ്പുറം ഇതല്ല കേരളത്തിന്റെ കഥയെന്ന തിരിച്ചറിവ് കേരളത്തിന്റെ ഞരമ്പിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് മറുപടി. ഇലക്ഷൻ സ്റ്റോറിയോ? വെറുപ്പിനെന്താണ് മറുപടി? ദൂരദർശനെ ദുരുപയോഗം ചെയ്യുന്നു? കേരളത്തിനെതിരെ വിഷപ്രചാരണമോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ CPM-ൽ നിന്ന്, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് BJP-യിൽ നിന്ന്, അഡ്വക്കേറ്റ് വസന്ത് സിരേഖ് കോൺഗ്രസിൽ നിന്ന്. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. ശ്രീ ശങ്കുട്ടി ദാസ്, ദി കേരള സ്റ്റോറി എന്ന സിനിമ അതിന്റെ ട്രെയിലർ മുതൽ വലിയ തോതിൽ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒന്നാണ്. ഇലക്ഷൻ സമയത്ത് ദൂരദർശനിലൂടെ അതിന്റെ പ്രദർശനത്തിനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. ഇന്ന് DYFIയുടെ പ്രതിഷേധമുണ്ട്. ഇതിവിടെ വെറുപ്പ് ഉണ്ടാക്കാനുള്ളതാണ്, ഭിന്നിപ്പുണ്ടാക്കാനുള്ളതാണ് എന്ന് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനമുണ്ട്. CPM എന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ലാതെ വലിയ തോതിൽ ഇതിനെതിരെ വിമർശനം ഉണ്ടാകുന്നുണ്ട്. ഈ പ്രദർശന തീരുമാനത്തിനെതിരെ ഇലക്ഷൻ കാലത്ത് ഇതൊരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന രീതിയിൽ തന്നെയാണോ നടക്കുന്നത്? എന്താണ് BJPയുടെ അഭിപ്രായം? നോക്കൂ, ദൂരദർശൻ അവരുടെ ആഴ്ചയിലുള്ള ഒരു സിനിമയായിട്ട് പ്രദർശിപ്പിക്കുന്നത് ഏത് സിനിമയാണെന്ന് തിരഞ്ഞെടുക്കാൻ ദൂരദർശന് സ്വന്തമായിട്ടൊരു മെക്കാനിസം ഉണ്ട്. ഈ കാര്യത്തിലൊന്നും ഗവൺമെൻറ് അല്ല ഇടപെടുന്നത്. നിങ്ങൾക്കറിയാം, ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിന് കീഴിൽ പ്രസാർ ഭാരതി എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. പ്രസാർ ഭാരതിക്ക് 2 വിഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാണ് AR, ഒന്നാണ് ദൂരദർശൻ. ദൂരദർശന് സ്വന്തമായിട്ടുള്ളൊരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടും മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും ഒക്കെ വെവ്വേറെ വിഭാഗങ്ങളുണ്ട്. അവരുടെ ഒരു ആഭ്യന്തര പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഞാനതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ആ ആഴ്ചയിൽ കാണിക്കേണ്ട സിനിമയെ സംബന്ധിച്ച് അവർ കൊട്ടേഷൻസ് കോളിങ് ചെയ്യും. ധാരാളം സിനിമകൾ വരും. അത് ഓരോ സിനിമകളും സ്ക്രീനിങ് നടത്തും. സ്ക്രീനിങ് നടത്തിയതിന് ശേഷം ഏറ്റവും മികച്ച സിനിമ ഏതാണെന്ന് അവർ തിരഞ്ഞെടുക്കും. ആ സിനിമയ്ക്ക് അവർ ഗ്രേഡിംഗ് നടത്തും. CBFC കൊടുക്കുന്ന UA എന്നതിന് പുറമെ അവർ ABC എന്ന് പറഞ്ഞ് ഗ്രേഡിംഗ് കൊടുക്കും. ആ ഗ്രേഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സിനിമയ്ക്ക് കൊടുക്കേണ്ട പ്രതിഫലം നിശ്ചയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോർഡിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത്. എല്ലാ ആഴ്ചയും ദൂരദർശൻ ഏതെങ്കിലുമൊക്കെ സിനിമ പ്രദർശിപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത, നിങ്ങൾ പൊതുജനം കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമ അതിൽ സ്വാഭാവികമായി വന്നു ചേർന്നപ്പോൾ അതൊരു വിവാദമായി എന്നേ ഉള്ളൂ. ഇത് ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയൊന്നുമല്ല. ഇത് BJP നിർമ്മിച്ചിട്ടുള്ള സിനിമയല്ല. അതും പറയണമല്ലോ. BJPയുമായി യാതൊരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ലാത്ത സ്വകാര്യ വ്യക്തികളും സ്വകാര്യ സ്ഥാപനങ്ങളും നിർമ്മിച്ചിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണത്. വലിയ രീതിയിൽ വിജയിച്ച സിനിമയാണ്. കേരളം തിരസ്കരിച്ചു എന്ന് പറയുമ്പോൾ പോലും ഏതാണ്ട് 15 കോടി 20 കോടി രൂപയുടെ ബജറ്റിൽ നിർമ്മിച്ച് 300 കോടിക്ക് മേലെ സമ്പാദിച്ച 2023 ഹിന്ദിയിൽ ഇറങ്ങിയിട്ടുള്ള 10 വലിയ സിനിമകളിൽ, അതായത് ഏറ്റവും കളക്ഷൻ നേടിയിട്ടുള്ള 10 സിനിമകളിൽ ഒന്നായിട്ടുള്ള സിനിമയാണ്. ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആയിട്ടുള്ള സിനിമയാണ്. ആ രീതിയിൽ വലിയൊരു ഫാൻ ബേസും വലിയ ആസ്വാദനവും ഒക്കെ നേടിയിട്ടുള്ള സിനിമയാണ്. സ്വാഭാവികമായിട്ട് ദൂരദർശൻ ആ സിനിമയ്ക്ക് വലിയ വ്യൂവർഷിപ്പ് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് അവരത് എടുത്ത് കാണിക്കുന്നു. എന്താണ് അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. നോക്കൂ, നമ്മുടെ ഇപ്പോൾ നാട്ടിൽ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലൊക്കെ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ കാലങ്ങളായി എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും കഥയല്ല ആടുജീവിതം. അതിലൊരു മലയാളി അനുഭവിച്ചിട്ടുള്ളൊരു സംഭവമാണ്. നജീബിൻ്റെ അനുഭവമുള്ള എത്ര ആളുകൾ വേറെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേഖകളോ തെളിവുകളോ നമ്മുടെ ഇല്ല. എന്നാൽ 5,55,000 മലയാളികൾ ഇന്നും സൗദി അറേബ്യയിലുണ്ട്. നജീബിൻ്റെ ഒരാളുടെ ജീവിതം വെച്ചുകൊണ്ട് സൗദി അറേബ്യയിലുള്ള മനുഷ്യരുടെ മുഴുവൻ ജീവിതം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സൗദി അറേബ്യയെ നമ്മൾ അപമാനിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ സിനിമ നമുക്ക് നിരോധിക്കാൻ സാധിക്കുമോ? ഒരു വ്യക്തിയുടെ ജീവിതമാണെങ്കിൽ പോലും അതിൽ സിനിമാവിഷ്കാരത്തിനുള്ള ഒരു കലയുടെ സാധ്യതയുണ്ടെങ്കിൽ പൊതുജനത്തോട് പറയാവുന്ന സന്ദേശം അത് സിനിമയാക്കുന്നതുകൊണ്ട് എന്താണ് തടസ്സം? ഇവിടെ കേരളത്തിൽ പറഞ്ഞ റിപ്പോർട്ടിംഗ് നടന്നിട്ടുണ്ട്. കേരള സ്റ്റോറി എന്നാണ് കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള ഇപ്പോഴത്തെ സിനിമ ഉദാഹരണമാണ് പറയുന്നത്. ശ്രീമാധു, കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള സിനിമയാണല്ലോ ശ്രീ ശങ്കുട്ടിദാസ് ആടുജീവിതം എന്നാണ്. സൗദി സ്റ്റോറി അങ്ങനെയായിരുന്നെങ്കിൽ ഈ പറയുന്ന അപമാനം, അതിന്റെ തലങ്ങൾ, ആരോപണങ്ങളായി അതിനെതിരെ ഉണ്ടാകുമായിരുന്നു. സൗദി സ്റ്റോറി എന്നാണെങ്കിൽ എന്താ വ്യത്യാസം? അല്ല, സൗദി സ്റ്റോറി എന്നാണെങ്കിൽ അതിന് മലയാളം അങ്ങനെയൊന്ന് പറഞ്ഞു തരാമോ? അറബിക് കഥ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. അറബി സംസാരിക്കുന്ന പല രാജ്യങ്ങളുണ്ട് അല്ലെ? ഇത് ഒരു രാജ്യത്തിന്റെ ഔദ്യോഗികമായ പേര് പരാമർശിക്കുകയാണ് എങ്കിൽ സ്വന്തം രാജ്യത്തെ അപമാനിക്കുന്ന ഒന്നാണ് എന്ന് കൃത്യമായും ആ രാജ്യത്തുള്ളവർക്ക് വാദിക്കാം. ദി കേരള സ്റ്റോറി എന്നതിന് മലയാളം അങ്ങൊന്ന് പറഞ്ഞു തരാമോ എനിക്ക്? എങ്ങനെ വാദിക്കാൻ പറ്റും?
കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കഥ, കേരളത്തിലുണ്ടായ ഒരു കഥ, അല്ലെങ്കിൽ കേരളത്തിന്റെ കഥ പലതരത്തിൽ പറയാം. നോക്കൂ, നമുക്ക് അറബിക് കഥ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിട്ടുണ്ട്, ഒരു മരുഭൂമി കഥ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിട്ടുണ്ട്, ഗ്രേറ്റ് ഇന്ത്യൻ സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഉണ്ടായിട്ടുണ്ട്, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന പേരിൽ സിനിമ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ സാമൂഹ്യ പരിസരത്തെയും കേരളത്തിന്റെ സൗഹാർദ്ദ പരിസരത്തെയും അപമാനിക്കുന്ന എന്തോ ഒന്നുണ്ട് എന്ന് സാധാരണഗതിയിൽ തോന്നേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ തോന്നുന്നത് നോക്കൂ, നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാനുള്ള അവസരം തരണം. ദയവായിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഈ മാധ്യമങ്ങൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ ഒരു ശൈലിയാണല്ലോ അവലംബിക്കുന്നത്. നിങ്ങൾ ഏകപക്ഷീയമായിട്ട് പ്രസ്താവനകളും പ്രസംഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക, ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാനുള്ള സമയം തരാതിരിക്കും. ഇന്നലെ ഒരു ചാനലിൽ നിന്ന് എനിക്ക് ഇറങ്ങി പോരേണ്ടി വന്നു. ഇന്നും ആ യോഗം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ചോദ്യം കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഇതാണ് കേരളത്തിൻ്റെ ആകെ കഥ എന്നൊരു വാദം ഈ സിനിമയുടെ പ്രവർത്തകർ എവിടെയെങ്കിലും മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? കേരളത്തിൽ നടന്നിട്ടുള്ളൊരു സംഭവത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് മുന്നിലാണ് നിമിഷ ഫാത്തിമയും എന്താ പറയുക സോണിയ സെബാസ്റ്റ്യനും അല്ലെങ്കിൽ റഫേലും അല്ലെങ്കിൽ ഈ പറയുന്ന ഈസയും ബെക്സൺ വിൻസെന്റും ബാസ്റ്റിൻ വിൻസെന്റും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, കേരളത്തിൽ നിന്ന് ISIS റിക്രൂട്ട്മെന്റ് ഉണ്ടായിട്ടില്ലേ? ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 200-ലേറെ ISIS റിക്രൂട്ട്മെന്റിൽ ഉണ്ടായതിൽ ഏതാണ്ട് 149 റിക്രൂട്ട്മെന്റ് ഉണ്ടായത് കേരളത്തിൽ നിന്നാണ്. 130 ആളുകളുടെ രേഖകൾ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ 68 ആളുകൾ കേരളത്തിൽ നിന്ന് പോയവരാണ്, 67 ആളുകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ആളുകളാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുടനീളം 247 അറസ്റ്റുകൾ, ISISുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. അതിൽ വലിയൊരു വിഭാഗം അറസ്റ്റ് നടന്നത് കേരളത്തിലാണ്. അങ്ങനെ അതിൽ പൊതുസമൂഹം വലിയ അളവിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന ആളുടെ കഥ. നിമിഷ ഫാത്തിമ തിരുവനന്തപുരത്തുള്ള ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയുടെ മകളാണ്. അവർ പൂനാച്ചിൽ ഒരു ഡെന്റൽ കോളേജിൽ പഠിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ വെച്ച് ഇൻഡോക്ട്രിനേറ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം അത്തരം സൂക്ഷ്മമായ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് വരികയും ചെയ്യാം. ആ സംഭവത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കേരള സ്റ്റോറി എന്ന് പറയുന്ന കഥയിലെ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ടുള്ള ശാലിനി ഉണ്ണികൃഷ്ണൻ സംസാരിക്കാനുള്ള ആദ്യഘട്ടമാണല്ലോ, സംസാരിക്കാനുള്ള ഒരു സമയം തന്നു എന്നാണ് എന്റെ വിചാരം. അങ്ങ് മറ്റേതെങ്കിലും ചാനലിൽ നിന്ന്, ഇനി അഥവാ മാതൃഭൂമിയിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരു ദിവസം ഇറങ്ങിപ്പോകാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുക. ഇറങ്ങിപ്പോകുക എന്നൊക്കെ പറയുന്നത് വ്യക്തിപരവും രാഷ്ട്രീയപരമായ തീരുമാനമാണ്. അങ്ങനെ ഒരു ചർച്ചയിലും, ഈ ചർച്ചയിൽ എന്നുള്ളതല്ല, ഒരു ചർച്ചയിലും ഒരു അതിഥിക്ക് ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് എന്റെയും ആഗ്രഹം, അങ്ങയുടെയും ആഗ്രഹം. അതിലല്ലോ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. പിന്നെ ആകെ കഥ എന്ന് പറഞ്ഞ് BJP എവിടെയെങ്കിലും പ്രചരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ പ്രചരിപ്പിക്കാൻ ഈ നാട്ടിൽ ഏറെ ആളുകളുണ്ടെന്നേ. ഈ പറയുന്ന ഫ്രഞ്ച് ഗ്രൂപ്പുകളൊക്കെ എന്തെങ്കിലും പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എത്രത്തോളം പ്രാധാന്യം മറ്റുള്ളവർ അതിന്റെ ഗുണകാംക്ഷ ഞാൻ പറഞ്ഞില്ല. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് ഞാൻ ഇവിടെ ഉന്നയിച്ചിട്ടില്ല. ശ്രീ ശങ്കുട്ടി ദാസിന്റെ ഇടപെടുക എന്ന് പറയുന്നത് അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും ആകുമ്പോഴും സമാനമായ ഇമ്പാക്ട് ആണ് കേട്ടോ ഉണ്ടാകുന്നത്. ശരിയാണ്, ഞാൻ അങ്ങേക്ക് സമയം തന്നു, ഒരു ചോദ്യം ചോദിച്ചു, അങ്ങ് മറുപടി പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിലും അങ്ങ് സംസാരിക്കുന്നു. അപ്പോഴും കുറച്ചധികം, അതായത് ഒരു സെന്റൻസിലൊന്നും ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. കുറച്ചധികം സമയം തന്നതിന് ശേഷം ഞാൻ ഇടപെടുന്നു. എന്നിട്ട് ഞാനത് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് അങ്ങ് ഇടപെടുന്നുണ്ട്. അപ്പോൾ ഈ ഇടപെടലൊക്കെ ചർച്ചയിൽ സാധാരണമാണ്. അതിന് എത്രത്തോളം തുടക്കത്തിൽ തന്നെ ഇത്ര അസഹിഷ്ണുത കാണിക്കേണ്ടതില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങ് പോകരുതെന്നാണ് എന്റെയും ആഗ്രഹം. ചർച്ചകൾ ആരോഗ്യകരമായി മുന്നോട്ട് പോകട്ടെ. ശരി, ശ്രീ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ദാ അങ്ങനെ സ്വയംഭരണ അധികാരമുള്ള, സ്വയംഭരണത്തിന് സാധ്യതകളുള്ള പരിസരമുള്ള ഒരു സ്ഥാപനം ഒരു കൊമേഴ്ഷ്യൽ താല്പര്യമനുസരിച്ച് തിരഞ്ഞെടുത്ത ഒരു സിനിമ പ്രദർശിപ്പിക്കാനുള്ള അവകാശം കേരളത്തിലില്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യം, കലാപരമായ ഇടപെടൽ ഒക്കെ ദൂരദർശനില്ലേ? അത് വകവെച്ചു കൊടുക്കാതെ DYFIക്കാർ അവിടെ പോയി സമരം ചെയ്യുകയായിരുന്നോ? ഇവിടെ കേബിൾ നെറ്റ്വർക്ക് ആക്ട് പ്രകാരം കൃത്യമായി DD ന്യൂസ് ഏത് തരത്തിൽ പ്രവർത്തിക്കണം, ഏതൊക്കെ സിനിമ കാണിക്കണം, ഏത് തരത്തിലാണ് പ്രക്ഷേപണം എന്നതിനെക്കുറിച്ച് കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്, ഇടപെടാൻ കഴിവുമുണ്ട്, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അനുവാദമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ അനുവാദം കൊടുക്കുക, അതോടൊപ്പം തന്നെ ആ സിനിമയ്ക്ക് വലിയ തരത്തിൽ പ്രചരണം കൊടുക്കുക, ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സിനിമ പ്രക്ഷേപണം ചെയ്യുന്നു എന്ന രൂപത്തിൽ നല്ല പ്രചരണം കൊടുത്ത് ആ സിനിമ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണിക്കുന്നത് ഈ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ ഇരുത്തി കാണിക്കാനും അതുപോലെ തന്നെ വലിയ തരത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഏത് സാധാരണക്കാരനും മനസ്സിലാകും. കാരണം പേര് കേരള സ്റ്റോറി എന്നാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്റ്റോറികളാണ് നടക്കുന്നത് എന്ന രൂപത്തിലുള്ള ഒരു വ്യാജ പ്രചരണത്തിനുള്ള വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ ഇപ്പോൾ കാണിക്കുന്നത്. 200 കോടി രൂപ മുടക്കി 300 കോടി രൂപ ലാഭമുണ്ടാക്കി എന്നൊക്കെയാണ് BJPയുടെ പ്രതിനിധി പറയുന്നത്. ഇത്ര തെറ്റായിട്ടുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കോടികൾ ലാഭമുണ്ടാക്കിയാൽ അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പോലും വർഗീയപരമായിട്ടുള്ള ദുർവീകരണത്തിന് വേണ്ടി സംഘപരിവാർ രാഷ്ട്രീയം ഉപയോഗിക്കുന്നു. അതിനുവേണ്ടി ദൂരദർശൻ ഒരു സംഘദർശനായി മാറുന്ന ഒരു കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്.
മുൻപുള്ള തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം ഇത്തരത്തിൽ സംഘപരിവാർ രാഷ്ട്രീയം പ്രചരണം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ വന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് കേരളം സോമാലിയയാണ്, സോമാലിയോട് കേരളത്തെ ഉപമിച്ചിട്ട് തിരിച്ചുപോയി. കേരളം ഒറ്റക്കെട്ടായി അതിനെ നേരിട്ടു. കാരണം ഈ ലോകത്ത് അറിയപ്പെടുന്ന ആകെ 12 പ്രദേശങ്ങളെടുത്താൽ അതിൽ ഒന്നായി മാറിയ കേരളം, അതുപോലെ ആയുർദൈർഘ്യത്തെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും ഒന്നാമതെത്തിയ കേരളത്തെ സോമാലിയോട് ഉപമിച്ചപ്പോൾ നമ്മളെല്ലാം കരുത്തോടെ ഒറ്റക്കെട്ടായി അതിനെ നേരിട്ടു. കർണാടക തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ശ്രീ അമിത്ഷാ പറഞ്ഞത് തൊട്ടടുത്ത് കേരളമാണ്, സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. അമിത്ഷായുടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും സ്ഥിതി ആ കർണാടക സംസ്ഥാനത്തിൽ അവസാനിച്ചു, ഭരണത്തിൽ നിന്ന് പോയി. UP തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് കേരളത്തെ വലിയ രൂപത്തിൽ കേരളത്തോട് അവിടുത്തെ മുഖ്യമന്ത്രി ഉപമിക്കുന്ന ഒരു സാഹചര്യം എല്ലാം നാം കണ്ടു. ഇപ്പൊ അടുത്ത കാലത്തും പ്രധാനമന്ത്രി ഓരോ വരവിനും പലതരത്തിലുള്ള കള്ളപ്രചരണം ഈ കേരളത്തെക്കുറിച്ച് നടത്തുകയാണ്. ഇതിന്റെ എല്ലാം കഴിഞ്ഞിട്ടും ഒന്നും സാധിക്കുന്നില്ല. 2 അക്കം കേരളത്തിൽ കിട്ടും എന്നെല്ലാം പറഞ്ഞ് വലിയ വീരവാദം തീരുമാനിച്ചു. അതിന് ഏറ്റവും കൂടുതൽ പ്രചാരണം കൊടുത്തത് DYFI ആണ് എന്നൊരു പരിഹാസം കൂടി ഇന്ന് സമൂഹ മാധ്യമങ്ങളൊക്കെ കണ്ടു. അല്ലെങ്കിൽ അത് പ്രദർശനം നടത്തി ദൂരദർശൻ കാണുന്നവർ എത്ര പേരാണ് നമ്മുടെ കേരളത്തിൽ എന്നുള്ളതൊക്കെ ഒരു പരിഹാസ രൂപേണ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടു. ഈ പ്രതിഷേധവും പ്രതിരോധവും മുദ്രാവാക്യം വിളിയും അതിന് കൂടുതൽ സ്വീകാര്യത അല്ലെങ്കിൽ അതിന് കൂടുതൽ ആളുകളെ, കാണികളെ നേടി നൽകിയോ? അല്ല, അതില് കേരളത്തിൽ എത്ര പേർ ദൂരദർശൻ കാണുന്നു എന്നതല്ല പ്രശ്നം. ഈ കേരളത്തിന്റെ സാഹചര്യം കാണിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലെല്ലാം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. ഇപ്പോ ദൂരദർശൻ കാണുന്ന നിരവധി കോടിക്കണക്കിന് പ്രേക്ഷകർ ഈ രാജ്യത്തുണ്ട്. ആ രാജ്യത്തെ എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് കേരളത്തിൽ ഇങ്ങനെയാണ്. കാരണം BJPക്ക് വളരാൻ കഴിയാത്ത, സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഒരു തരത്തിലും വിത്ത് വിതയ്ക്കാൻ കഴിയാത്ത, വർഷങ്ങളായി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSS ശാഖകളുള്ള ഒരു സംസ്ഥാനമായ കേരളത്തിൽ ഒരു മൂവ്മെന്റും ഉണ്ടാക്കാൻ കഴിയാത്തതിന് കാരണം ഇന്നതാണ് എന്ന ഒരു സന്ദേശം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ഇപ്പൊ നമ്മൾ പൗരത്വ ഭേദഗതി നിയമം കുറെ ചർച്ച ചെയ്തല്ലേ. 4.5 വർഷം കൊണ്ടുവന്ന നിയമം, 4.5 വർഷം മുമ്പ് കൊണ്ടുവന്ന നിയമം, തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ ഒരാഴ്ച മുമ്പ് ചട്ടം കൊണ്ടുവന്ന് നടത്തിയ പ്രചരണം നിരവധി നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ അടുത്ത കാലത്ത് വിദ്വേഷം ഉണ്ടാക്കുന്ന നിരവധി പ്രചരണം നടക്കുമ്പോൾ ഇതാണ് കേരളത്തിന്റെ സ്റ്റോറി എന്ന് കാണിക്കുകയാണ്. ഇപ്പൊ അങ്ങ് ചോദിച്ചു DYFI ഇതിന് പ്രചരണം നടത്തി. ഇപ്പൊ യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറി ഇന്നതാണ് എന്ന് ജനങ്ങൾ ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കേരള സ്റ്റോറി കേരളത്തിലെ പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചുണ്ടാക്കിയ സിനിമയല്ല എന്നും അത് രാജ്യത്തിന് മുന്നിൽ കേരളത്തെ പറ്റി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ ഇതാണ് നടക്കുന്നത് എന്ന് വിളിച്ചു പറയാനുമുള്ള ഒരു പ്രൊപ്പഗാൻഡ സിനിമയാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ 8 മണിക്ക് കേരള സ്റ്റോറി ദൂരദർശനിൽ കാണിക്കുമ്പോൾ DYFIക്ക് ഇന്ത്യയിലെ മുഴുവൻ ഘടകങ്ങൾക്കും ശേഷിയുള്ള, സ്വാധീനമുള്ള എല്ലാ മേഖലകളിലും യഥാർത്ഥ കേരള സ്റ്റോറി ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷതയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും, വിവിധ മതത്തിൽപ്പെട്ടവർ ഏകോദര സഹോദരങ്ങളെ പോലെ പരസ്പരം സ്നേഹിച്ച് തിങ്ങിപ്പാർക്കുന്ന, മതനിരപേക്ഷതയുടെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോടെ ജീവിക്കുന്ന ഈ കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി ഞങ്ങൾ ഇതേ 8 മണിക്ക് തന്നെ എല്ലാ യൂണിറ്റ് കേന്ദ്രങ്ങളിലും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും, തിരുവനന്തപുരം വെഞ്ഞാറമൂട് കുറ്റിമുട്ടിൽ പുതുക്കി പണിത ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം, ആ ക്ഷേത്രത്തിന് ഒരു ബോർഡ് വെക്കാൻ സൗകര്യമില്ലാതെ വന്നപ്പോൾ തൊട്ടടുത്തുള്ള പാറയിൽ മസ്ജിദും ഈ ചാമുണ്ടേശ്വരി ക്ഷേത്രവും ഒരു വലിയ ബോർഡ് കട്ടൗട്ട് ഉണ്ടാക്കിയിട്ട് പകുതി ക്ഷേത്രത്തിന്റെയും പകുതി പാറയിൽ മസ്ജിദിന്റെയും വച്ചുകൊണ്ടുള്ളത് നമ്മൾ യഥാർത്ഥ കേരള സ്റ്റോറി ഏറ്റവും അവസാനം കഴിഞ്ഞ ആഴ്ച കണ്ടു. ഇതുപോലെ മതസൗഹാർദ്ദത്തിന്റെ, മതനിരപേക്ഷതയുടെ മഹത്തായ സന്ദേശം ജനങ്ങൾക്ക് മുന്നിലേക്ക് കൃത്യമായി എത്തിക്കുന്ന എത്രയോ മഹത്തായ സംഭവങ്ങൾ ഈ കേരളത്തിലുണ്ട്. അതാണ് കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി. ഇന്ത്യയിൽ വലിയ രൂപത്തിൽ വർഗീയത അതിന്റെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ മതനിരപേക്ഷ സന്ദേശം കാണിക്കുന്ന ആ കേരള സ്റ്റോറി ഞങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാനുള്ള ഒരു അവസരമായി തന്നെ ഇതിനെ ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. അത് വലിയ തരത്തിൽ ജനങ്ങൾക്ക് കൂടുതൽ കേരളത്തെ ചട്ടലംഘനമാണ്. ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഗൂഢമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ സമയത്ത്, ഈ ഇലക്ഷൻ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രദർശനത്തിന് സൗകര്യം ദൂരദർശനിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഹൈക്കോടതിയിൽ റിട്ട് ഹർജി അടക്കം വന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നു. പക്ഷേ ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ സിനിമ അതിന്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ മുതൽ നിയമ നടപടികൾ നേരിട്ടതാണ്. അതിനുശേഷം അത് സെൻസർ ബോർഡിന്റെ അനുമതി വാങ്ങി പ്രദർശനത്തിനെത്തി. നേരത്തെ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് പറഞ്ഞതുപോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആ വർഷത്തെ ഒരു സിനിമകളുടെ പട്ടികയിലേക്ക് അത് വന്നു. അപ്പോൾ ഇനിയും വഴിമുടക്കുക എന്ന് പറയുന്നത് അസാധ്യമാണെന്നൊരു ആത്മവിശ്വാസമുണ്ട് അതിന്റെ അണിയറക്കാർക്കും അതിനെ പിന്താങ്ങുന്നവർക്കും. അല്ല, പ്രശ്നം എവിടെയാണ്? പ്രശ്നം ദൂരദർശൻ എന്ന് പറയുന്ന
കേന്ദ്ര സർക്കാർ സ്ഥാപനത്തെ എൻ്റെയും മാധുവിൻ്റെയും ഒക്കെ സ്വന്തം സ്ഥാപനമായ ദൂരദർശനെ അതിനുവേണ്ടി വിനിയോഗിക്കുന്നിടത്താണ് പ്രശ്നം. നോക്കൂ, ഇന്ന് ടെലഗ്രാമിൽ ഈ കേരള സ്റ്റോറി അവൈലബിൾ ആണ്. എല്ലാ OTT പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് കിട്ടും, ചിലപ്പോൾ യൂട്യൂബിൽ ഈവൻ കിട്ടിയേക്കാം. പക്ഷേ ഇത് ദൂരദർശനിലൂടെ പ്രദർശിപ്പിക്കുന്നിടത്തൊരു പ്രശ്നമുണ്ട്. നേരത്തെ അങ്ങ് അരുണിനോട് ചോദിച്ചില്ലേ, ഇത് കേരളത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ? കേരളത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ലെന്നേ. ദിസ് ദാൽ ഈസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ കേരള. കേരളത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ദാലല്ല ഇത്. ഇത് നാഗ്പൂർ ആസ്ഥാനത്ത് വളരെ കൃത്യമായി ക്രൂക്കഡ് മൈൻഡിൽ കുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ദാലാണ്. അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അവിടെ ദൂരദർശന് കേരളത്തെക്കാൾ കൂടുതൽ സ്വീകാര്യതയുണ്ട്. ഇപ്പോൾ ഈ കഥ പറഞ്ഞു വെക്കുന്നത് എവിടെയാണ്? ഏറ്റവും ആദ്യം അവർ പറഞ്ഞ 33,000-ഓളം കുട്ടികൾ കേരളം വിട്ടുപോയി എന്നാണ് പറയുന്നത്. കേരളത്തിൽ നിന്നും മംഗലാപുരത്ത് നിന്നുമായി. പിന്നീട് അവർ അത് തിരുത്തിയെങ്കിൽ പോലും, അങ്ങനെയാണെങ്കിൽ പോലും ആർക്കാണ് മാനക്കേട് ഉണ്ടാവേണ്ടത്? മാധുവിനാണോ, എനിക്കാണോ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനാണോ? മാനക്കേട് ഉണ്ടാവേണ്ടത് ഈ രാജ്യം ഭരിക്കുന്ന അമിത്ഷാ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കാണ്. KSRTC ബസ്സിൽ പോകാൻ പറ്റുമോ? ട്രെയിനിൽ പോകാൻ പറ്റുമോ? പോകാൻ പറ്റുന്നത് ഒന്നെങ്കിൽ കടൽ മാർഗം അല്ലെങ്കിൽ വിമാനമാർഗം. ഇത് രണ്ടും കൈയാളുന്നത് കേന്ദ്രമാണ്. കേരളം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നിന്ന് ഈ കേരള സ്റ്റോറി പറയുന്നതിനെ വിശ്വാസത്തിലെടുത്താൽ അത് സത്യമാണെങ്കിൽ, ഇപ്പോൾ ശങ്കുത്തി ദാസിനടക്കം വിശുദ്ധ സ്റ്റോറിയായി തോന്നുന്ന കേരള സ്റ്റോറി ഉണ്ടല്ലോ, ആ കേരള സ്റ്റോറി സത്യമാണെന്നിരിക്കട്ടെ, നിങ്ങൾ പറയുന്നത് പോലെ, നിങ്ങളുടെ പ്രൊപ്പഗണ്ട പോലെ ശരിയാണെങ്കിൽ, എങ്കിൽ നിങ്ങളുടെ അമിത്ഷാ ഒരു വലിയ പരാജയമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണ്. നിങ്ങൾ അമിത്ഷാ അടക്കം BJP അടക്കം ഈ കേരള സ്റ്റോറിക്കെതിരെയും ഈ സുദീപ് സെന്നിനെതിരെയും മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വലിയ പരാജയമാണ് എന്ന് ഈ സിനിമ പറയുന്നു. അത് അങ്ങനെയല്ല. ഇതിൻ്റെ കണക്കുകൾ ഞങ്ങൾ രാജ്യസഭയിൽ നിരത്തിയിട്ടുണ്ട്. NIA കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇതല്ല കണക്കുകൾ എന്ന് പറഞ്ഞ് ഏറ്റവും ആദ്യം കോടതിയെ സമീപിക്കേണ്ടത് BJP ആണ്. നോക്കൂ, ഇത് ഇവരുടെ പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ് എല്ലാ കാലത്തും. ഇപ്പോൾ അടുത്തിടയ്ക്ക് സവർക്കറിൻ്റെ ഒരു സിനിമ വെളിയിൽ വന്നു. എന്തുകൊണ്ടാണ്? അത് വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടം നേരിട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ നേതാവിന് വേണ്ടി ഒരു പടം എടുത്തല്ലേ, ആ പടം ദൂരദർശൻ വഴി അങ്ങ് പ്രദർശിപ്പിച്ച് അവരുടെ സാമ്പത്തിക നഷ്ടത്തെ നമുക്കൊന്ന് സഹായിച്ചു കൊടുത്തേക്കാം എന്ന് തോന്നാത്തത് എന്താണ്? അവിടെ ഒരു എക്സ് പാർട്ടി ഇല്ല. അവിടെ ഇവർക്ക് ആക്രമിക്കാൻ, പ്രതിസ്ഥാനത്ത് നിർത്താൻ, ഇതാ പ്രതിക്കൂട്ടിലേക്ക് ചേർത്ത് നിർത്തി ആക്രമിക്കേണ്ടത് ഇന്നയാളെയാണ് എന്ന് പറഞ്ഞു വെക്കാൻ അവിടെ ആയില്ല. ഒരു എക്സ് പാർട്ടി ഇല്ല. പക്ഷേ കേരള സ്റ്റോറിയിൽ BJP ഉണ്ടാക്കിയതല്ല, ഇതിന് ഫണ്ട് BJP അല്ല, ഇതിന്റെ അണിയറയിൽ എവിടെയും BJP ഇല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് BJP ഡയറക്റ്റായി ആരോപിക്കാൻ കഴിയുന്നത്, ആക്രമിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് നേരത്തെ അദ്ദേഹം ചോദിച്ചൊരു കാര്യം. രാജ്യത്ത് നടന്നിട്ടുള്ള ഏതെങ്കിലും ആൾക്കൂട്ട കൊലപാതകത്തിൽ സംഘപരിവാരുമായി ബന്ധപ്പെട്ടവർ ഉണ്ട് എന്ന് നമുക്ക് നേരിട്ടറിയാവുന്നിടത്ത് ഏതെങ്കിലും സംഘടനയ്ക്ക് സംഘപരിവാറുമായി ബന്ധമുണ്ടോ? ചിലയിടത്ത് വാനരസേനയാണത്, ചിലയിടത്ത് രാമസേനയാണ്, ചിലയിടത്ത് ലക്ഷ്മണസേനയാണ്. അതിന് വിവിധ പേരുകൾ ഉണ്ടാകുമെന്നേ. സംഘപരിവാറിന് BJP മാത്രമാണ് സപ്പോർട്ട് ചെയ്യാന്ന് പറയുമോ? പണ്ട് ജനസംഘമായിരുന്നു, ഇപ്പോൾ BJP ആണ്. അവർക്ക് വിവിധ മുഖങ്ങളുണ്ട്, വിവിധ മാസ്കുകളുണ്ട്. അതിട്ട് അവരവരുടെ പ്രൊപ്പഗണ്ട കൃത്യമായി നടപ്പിലാക്കും. വാജ്പേയി സർക്കാരിൻ്റെ കാലത്താവട്ടെ ഈ സർക്കാരിൻ്റെ കാലത്താവട്ടെ അവർ ഒരിക്കലും ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കാത്ത ഒരേ ഒരു വകുപ്പ് അത് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയാണ്. എന്തുകൊണ്ടാണ്? ലോകത്തൊട്ടാകെയുള്ള എല്ലാ ഏകാധിപതികളും കയ്യാളി വെച്ചിരുന്നത്, അവരുടെ കൃത്യമായ അജണ്ട നടപ്പിലാക്കിയിരുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററുകളിലൂടെ തന്നെയാണ്. ഗീബൽസ് ആരായിരുന്നു? ഗീബൽസ് പ്രൊപ്പഗണ്ട മിനിസ്റ്റർ ആയിരുന്നു. അതേ രീതിയിലാണ് ഇവരുടെ പ്രൊപ്പഗണ്ട നടപ്പിലാക്കുന്നത്. ഇതാ പുതിയ പടം വരാൻ പോവാണ്. JNU എന്താണ് നമ്മുടെ ജഹാംഗീർ നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം JNU എന്ന പേരിൽ പടം വരുവാണ്. 2014-19 ഈ ഒന്നാം മോദി ഗവൺമെന്റ് ഇറങ്ങിപ്പോകുന്ന അഭിമാനം കൊള്ളുന്ന സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുള്ള പ്രൊപ്പഗാൻഡയാണ്, പ്രചാരണമാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. ശരി, അടുത്ത ശങ്കുട്ടി ദാസ്, അങ്ങനെ ഒരു സംഘദർശനാക്കി ദൂരദർശനെ മാറ്റിയിട്ടുണ്ടോ? അതിൽ കേന്ദ്ര സർക്കാരിന്, അതിൽ മന്ത്രാലയത്തിന് കൃത്യമായ പങ്കുണ്ടോ? നിങ്ങൾ ഇതിനെ ഒരു ഇലക്ഷൻ പ്രചാരണ തന്ത്രമായി ഉപയോഗിക്കുന്നുണ്ടോ? രണ്ട് പാനലിസ്റ്റുകളുടെയും ആരോപണമാണത്. അല്ല, അങ്ങനെ ഇല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങളെല്ലാവരും കൂടി അങ്ങനെയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്കിപ്പോൾ നിവൃത്തിയൊന്നുമില്ലല്ലോ. നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ 2-3 കാര്യങ്ങൾക്ക് മറുപടി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്ഥിരമായിട്ട് കേരളത്തെ ആക്ഷേപിക്കുന്നു, കേരളത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അരുൺകുമാർ പറഞ്ഞൊരു ഉദാഹരണം പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് കേരളത്തെ സൊമാലിയോട് ഉപമിച്ചു എന്നാണ്. എത്രയോ തവണ മറുപടി പറഞ്ഞ് തേഞ്ഞു പോയിട്ടുള്ളൊരു ആരോപണമാണ് അത്. അദ്ദേഹം വന്ന് പറഞ്ഞത് കേരളത്തിലെ SC/ST കുട്ടികൾക്കിടയിലെ മരണനിരക്ക് സബ്സഹാറൻ രാജ്യങ്ങളിലെ സമാനമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിന് സമാനമാണെന്നുള്ളതാണ്. അല്ലാണ്ട് കേരളം സൊമാലിയാണെന്നല്ല. ഒരു പ്രത്യേക മീറ്ററിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യത്തെ കേരളം സൊമാലിയോട് ഉപമിച്ചു എന്ന് പറഞ്ഞത് സ്ഥിരമായിട്ട് 15 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുമെന്ന നുണ ഇപ്പോഴും ആവർത്തിക്കുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തിയാണ്. 1. 2, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള ആൾ പറഞ്ഞു, ഇത്രയും ആളുകൾ ISIS-ലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. കാരണം KSRTC ബസ്സിലോ ട്രെയിനിലോ ഒന്നും അല്ലല്ലോ ഇവർ പോയതെന്ന്. അങ്ങ് ഇവിടുത്തെ വസ്തുതകൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് തെളിയിക്കുന്നത്. ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ISIS-ലേക്ക് പോയത്?
ഇപ്പോൾ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിലെ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ടുള്ള ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് നിമിഷ ഫാത്തിമയുടെയും സോണിയ സെബാസ്റ്റ്യൻ്റെയും ജീവിതങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കഥാപാത്രമാണല്ലോ. ഇവരെങ്ങനെയാണ് ISIS-ലേക്ക് പോയത്? തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ISIS-ലേക്ക് ട്രെയിൻ കയറുകയല്ല ഇവർ ചെയ്യുന്നത്. ഇവരിവിടുന്ന് ശ്രീലങ്കയിലേക്ക് പോയി. ശ്രീലങ്കയിലേക്ക് പോകുന്ന ഇന്ത്യക്ക് തടയാൻ കഴിയുമോ? ശ്രീലങ്കയിലേക്ക് പോകാൻ ആളുകൾക്ക് അവകാശമില്ലേ? ഇവരിവിടുന്ന് ശ്രീലങ്കയിലേക്ക് പോയി, ശ്രീലങ്കയിൽ നിന്ന് ഇവർ ഇറാഖിലേക്ക് പോയി, അവിടുന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി. ഇങ്ങനെയാണ് തുടർച്ചയായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടാണ് അവസാനം ഒരു ISIS-ന്റെ ഖൊറാസാൻ എന്ന് പറയുന്ന പ്രവിശ്യയിലെത്തിയത്. ശ്രീലങ്കയിലേക്ക് വിസ നേടിയിട്ട് ആളുകൾ യാത്ര ചെയ്യുന്നതിന് തടസ്സം ചെയ്യാൻ കഴിയില്ല. 130 കേസുകൾ ഞാൻ പറഞ്ഞതിൽ 68 കേസുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഈ പറയുന്ന ISIS-ലേക്ക് പോയിട്ടുള്ളതാണ്. അതിനെങ്ങനെയാണ് ഇന്ത്യൻ ഗവൺമെന്റിന് പ്രിവെന്റ് ചെയ്യാൻ കഴിയുക? പക്ഷെ ഇവിടെ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുത, ഇന്ത്യയിൽ നിന്ന് 200ഓളം ആളുകൾ ISIS-ൽ ചേർന്നിട്ടുണ്ട്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും കേരളത്തിൽ നിന്നാണ് പോയിട്ടുള്ളത്. ആ വസ്തുത പറയരുത്. നമ്മുടെ കേരളത്തിൽ പള്ളിയുടെയും അമ്പലത്തിൻ്റെയും ഒരു ബോർഡ് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് കേരളത്തിൻ്റെ ആകെ കഥ. പക്ഷെ 130 ആളുകളുടെ കഥ കേരളത്തിൻ്റെ ചേർത്ത് പറയാനേ പാടില്ല എന്ന് പറയുന്നത് എന്തൊരു വാദമാണ്. ഇതും കേരളത്തിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ്. ഇത് കേരളത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു സംഭവമാണ്. അതിൽ കുറേയൊക്കെ ഭാവനയൊക്കെ ചേർത്തിട്ടായിരിക്കും സ്വാഭാവികമായിട്ട് സിനിമ ഉണ്ടാക്കിയിട്ടുണ്ടാവും. സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക, ഡോക്യുമെൻ്ററി അല്ലല്ലോ, വസ്തുതാകഥനം അതല്ലോ. അപ്പോൾ ആ രീതിയിൽ അവർ സിനിമ എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന 32,000 കണക്ക് സിനിമയിൽ എവിടെയും പറയുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ട്രെയിലറിലാണ് പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കോടതികൾക്ക് മുന്നിൽ കേസുണ്ടായിരുന്നു. കേരള ഹൈക്കോടതിക്ക് മുന്നിലും കർണാടക ഹൈക്കോടതിക്ക് മുന്നിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മുന്നിലും കേസുണ്ടായിരുന്നു. സുപ്രീം കോടതി ആ കാര്യത്തിൽ പറഞ്ഞൊരു കാര്യം, സാധാരണഗതിയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യവാദികൾ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് നിങ്ങൾ കാണാതിരിക്കുകയാണ് വേണ്ടത്, എനിക്ക് ഇഷ്ടമല്ലാത്തത് കാണിക്കാൻ പാടില്ല എന്നൊരു നിലപാടെടുക്കാൻ ആർക്കും അധികാരമില്ല. അതുകൊണ്ട് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയോട് നിങ്ങൾക്ക് വിയോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സിനിമ കാണേണ്ടതാണ്. അങ്ങ് വളരെ ബാലിശമായി പറയുകയാണ്, സിനിമയിൽ ഈ കണക്ക് പറയുന്നില്ല, ട്രെയിലറിലേ ഉള്ളൂ എന്ന്. ട്രെയിലർ എന്താണ്, സിനിമയുമായി പുലബന്ധമില്ലാത്തൊരു കാര്യമാണോ? സിനിമയിൽ വരാൻ പോകുന്നതിന്റെ സൂചകമല്ലേ? ഈ 32,000 കഥയൊക്കെ പിന്നീട് വെട്ടിക്കളഞ്ഞത് ഇവിടുത്തെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഞാൻ പറഞ്ഞു നോക്കൂ, ട്രെയിലർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. നിങ്ങൾ തന്നെ ആ ചോദ്യത്തിന് ഉത്തരം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് ട്രെയിലർ? ട്രെയിലർ എന്ന് പറഞ്ഞാൽ ആ സിനിമയിലേക്ക് ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ, ആ സിനിമ കാണണമെന്നൊരു കൗതുകം ആളുകളിൽ ജനിപ്പിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് ടൂളാണ്. പലപ്പോഴും സിനിമയുമായിട്ട് ബന്ധമില്ലാത്ത, സിനിമയിൽ ഉൾപ്പെടാത്ത രംഗങ്ങൾ വെച്ചുകൊണ്ട് ട്രെയിലറുകൾ പ്രത്യേകമായിട്ട് ചിത്രീകരിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ അടുത്തിറങ്ങിയിട്ടുള്ള പല സിനിമകളിലും ട്രെയിലറിലുള്ള രംഗങ്ങൾ സിനിമയിലില്ല. അപ്പോൾ അത് ആ സിനിമയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത്? ഞാൻ ആദ്യം പക്ഷെ ശ്രീ ശങ്കുട്ടിദാസ് സംഗതിനെ ന്യായീകരിക്കുകയാണ്. സിനിമയിൽ ഇല്ലല്ലോ, ട്രെയിലറിലല്ലേ ഉള്ളൂ എന്ന്. ഒരു ദൃശ്യം കാണിക്കുന്നത് പോലെയല്ല, ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് വെറുപ്പ് വിറ്റുകൊണ്ടാണോ ആളുകളുടെ കണ്ണുകളെയും കൃഷ്ണമണിയും ആകർഷിക്കേണ്ടത്? ഞാൻ 32,000 എന്ന കണക്കിനെ ഞാൻ ന്യായീകരിച്ചിട്ടോ ഞാനതിനെ ശരിവെച്ചിട്ടോ ഇല്ല. പക്ഷേ 32,000 എന്ന കണക്ക് ശരിയല്ലാത്തത് കൊണ്ട് ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് പറയുന്നത് നോവെയർ ഹൈവേ ആർഗ്യുമെൻ്റ് ആണ്. ഒന്നല്ലെങ്കിൽ അത്, അല്ലെങ്കിൽ ഇത് എന്നല്ല, ഇതിൻ്റെ ഇടയിലൊരു വസ്തുതയുണ്ട്. ഇതിന് രണ്ടിനും നടുവിൽ നിൽക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യം 200ഓളം ആളുകൾ ഇന്ത്യയിൽ ISIS-ലേക്ക് പോയതിൽ ഏതാണ്ട് 130ഓളം ആളുകൾ കേരളത്തിൽ നിന്നാണ്. അതിൽ ധാരാളം പെൺകുട്ടികൾ, ഈ പറയുന്ന എന്താ പറയുക, നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ടുള്ള നജ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ പറയുന്ന ഇൻഡോക്ട്രിനേഷൻ നടത്തിയിരുന്നത്. പീസ് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഐഷയായി മാറിയിട്ടുള്ള സോണിയ സെബാസ്റ്റ്യൻ്റെ ഭർത്താവായിരുന്നു ഈ പറയുന്ന അബ്ദുൾ റഷീദ് അബ്ദുള്ള എന്ന് പറയുന്ന ആൾ. ISIS-ൽ നിന്ന് ശബ്ദ സന്ദേശം അയച്ചില്ലേ കേരളത്തിലേക്ക്, നിങ്ങൾ അവിശ്വാസികളെ പരമാവധി കൊന്നൊടുക്കണം, തൃശ്ശൂർ പൂരത്തിനിടയിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റണം, പൊതു ടാങ്കിൽ വിഷം കലക്കണം, ഒന്നുമില്ലെങ്കിൽ കത്തിയെടുത്ത ആളുകളെ കുത്തിക്കൊല്ലണം എന്ന് പറഞ്ഞില്ലേ? ഐഷ സെബാസ്റ്റ്യൻ്റെ ഭർത്താവായിരുന്നു അബ്ദുൾ റഷീദ് അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ പറയുന്ന റഫേല എന്ന് പറയുന്നവരെ കൊണ്ടുപോയിട്ടുള്ള ആള് ഇജാസ് കല്ലുകെട്ടിയ കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ പ്രൊപ്പഗാൻഡ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് എന്നത് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അത് എനിക്ക് മനസ്സിലാകുന്നില്ല, ഞങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത് എല്ലാവർക്കും ദഹിക്കണമെന്നില്ല. നോക്കൂ, ഉള്ള ഒരു സംഭവത്തെ അതുപോലെ എടുത്ത് പറയലല്ല സിനിമ. നടന്നൊരു സംഭവത്തിന് മേലെ ഭാവനയുടെ ചില ചിറകുകൾ വെച്ചുകൊണ്ട് അത് സംവേദനാത്മകമായിട്ടുള്ള ഒരു ഭാഷ നിങ്ങൾ തുന്നി പിടിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആദാ ശർമ്മ ന്യൂസ് 18 അന്ന് നൽകിയ അഭിമുഖം ഇതൊക്കെ ഹിറ്റായി നിൽക്കുന്ന സന്തോഷത്തിൽ പറഞ്ഞത് ദിസ് ഈസ് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറീസ് എന്നാണ്.
അങ്ങനെ എത്ര തവണ പറഞ്ഞിരിക്കുന്നു? 32,000 കണക്കൊക്കെ പറയുമ്പോഴും ട്രൂ സ്റ്റോറി എന്നാണ് പറയുന്നത്. ഈ സിനിമ എഴുതി കാണിക്കുമ്പോഴും ട്രൂ സ്റ്റോറി എന്നാണ് പറയുന്നത്. അതായത് ഇത് ഞങ്ങളുടെ ഭാവനയുടെ തൊങ്ങലാണ്, ചിറകാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല അന്ന് ഇതിന്റെ പ്രചാരണം നടത്തിയത്. ഇത് ആധാരമാക്കിയിരിക്കുന്നത്, അടിസ്ഥാനമാക്കിയിരിക്കുന്നത് എന്നാണ്. ശരി, അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. ഞാൻ ആടുജീവിതത്തിന്റെ ഉദാഹരണം കൃത്യമായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ്. നജീബ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അതിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നജീബിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതല്ല. അതിൽ പറയുന്ന പല സീനുകളും ഇപ്പോൾ വിവാദത്തിലായിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ നോവലിസ്റ്റ് തന്നെ പറയുന്നത് 30% അദ്ദേഹത്തിന്റെ ജീവിതമെന്നാണ്. അങ്ങനെയാണ് സിനിമകൾ ഉണ്ടാവുക. മുന്നിൽ വെക്കുന്നത് ആ ട്രെയിലറുമായി ബന്ധപ്പെട്ട് അത് പലയിടങ്ങളിൽ പോയി പറയുകയാണ്, ആണോ എന്ന് നിങ്ങൾ വിധി പറയണ്ട. ഞാൻ ആ വാദത്തെ കുറിച്ച് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ബാലിശമാണോ പക്വമാണോ എന്ന് നിങ്ങൾ വിധി പറയണ്ട. ശരി, എനിക്ക് കിട്ടുന്ന അവസരത്തിൽ എൻ്റെ നിലവാരം അനുസരിച്ച് ഞാൻ പറഞ്ഞോളാം. അത് ബാലിശമാണോ പക്വമാണോ എന്ന് പ്രേക്ഷകർ തീരുമാനിച്ചോട്ടെ. ഞാൻ പറയുന്നത് ആ കണക്കുകളിൽ തെറ്റുണ്ടെങ്കിൽ പോലും അത് ഈ സിനിമയുടെ ആകെ സന്ദേശത്തെ റദ്ദ് ചെയ്യുന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള സംഭവത്തെ ആശ്രയിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള സിനിമയാണ്. അതുകൂടി കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. ആ വിഷയം ചർച്ചയാവാൻ പാടില്ല. അങ്ങനെ ഒരു സംഭവമേ പുറത്തു പറയാൻ പാടില്ല. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പരസ്പരം മധുരൂട്ടുന്നതിൻ്റെയും കഥകൾ മാത്രമേ ലോകം പറയാൻ പാടുള്ളൂ. ഇവിടെ നടക്കുന്ന മോശം കാര്യങ്ങൾ ആരും അഡ്രസ് ചെയ്യാതെ കാർപ്പറ്റിന്റെ അടിയിൽ അങ്ങ് പറയുന്നത് പോലെ പരസ്പരം മധുരവും പരസ്പരം സ്നേഹവും പരസ്പരം വേദനയും പങ്കുവെക്കുന്ന ആളുകളുടെ നാട് തന്നെയാണ്. അതിന് പല ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഒരു പ്രളയം വന്നപ്പോൾ, ഒരു കോവിഡ് കാലം വന്നപ്പോഴൊക്കെ മനസ്സ് നിറഞ്ഞ് പരസ്പരം കൈകൊടുത്ത് ജീവിച്ച മനുഷ്യരുടെ നാടാണിത്. ആ പേര് വെച്ചുകൊണ്ടാണ് ദാ നോക്കൂ, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ എന്ന് പറയാൻ പാടില്ല. ആ സിനിമ അത് ഉൾക്കൊള്ളുന്ന ഐഡിയയുമായി ബന്ധപ്പെട്ട് മറ്റെന്തു പേരിട്ട് അത് വന്നിട്ടുണ്ട് എങ്കിലും ഈ പറയുന്ന പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ല. ഈ പറയുന്ന പ്രതിഷേധങ്ങൾ തീവ്രവാദ പ്രവണതകളില്ല എന്നോ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊന്നും ഇന്ത്യ മഹാരാജ്യത്തിൽ ഇരുന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഇത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രെയിലറിൽ 32,000 കണക്ക് പറഞ്ഞുകൊണ്ടാണ് സിനിമ തിയേറ്ററുകളിലേക്ക് വന്നത്. അതൊരു ഇലക്ഷൻ കാലത്ത് പ്രദർശനത്തിന് വെക്കുമ്പോൾ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്ന സ്വപ്നമാണ് കേരളം പോലൊരു മണ്ണിൽ. നോക്കൂ, അത് പ്രതിഷേധം നടത്തുന്ന ആളുകളുടെ ലക്ഷ്യം എന്താണെന്ന് സമൂഹത്തിന് അറിയാം. പ്രതിഷേധം നടത്തുന്ന ആളുകളുടെ കാര്യം ഈ പറയുന്ന ഇവരുടെ പിടിപ്പ് കേടുകൊണ്ട് ഇവർ ലാളിച്ചും ഇവർ പ്രോത്സാഹിപ്പിച്ചും ഇവർ പരിപോഷിപ്പിച്ചും ഉണ്ടാക്കിയിട്ടുള്ള ഈ ഭീകരതയുടെ കാര്യം പുറം ലോകം അറിയരുതെന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രതിഷേധമാണ്. അത് വസ്തുതകൾ അറിയില്ല. നിങ്ങൾ ഈ ചർച്ച നടത്തുന്ന തിരുവനന്തപുരം സ്റ്റുഡിയോന്റെ വളരെ അടുത്ത് തന്നെ ആശുപത്രി സമാജം ഉത്തരവാദിത്ത ബോധത്തോടെയാണോ BJPയുടെ പ്രതിനിധി ഇരുന്ന് പറയുന്നത് അവർ തീവ്രവാദത്തെ പരിപോഷിക്കുന്നുവെന്ന്? എന്താണ് ഞാൻ പറയുന്നു ഇടത് വലത് കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ അന്തരീക്ഷം എക്കോസിസ്റ്റം വളരെ ബോധപൂർവം പരിപോഷിപ്പിച്ച് നിലനിർത്തിയിട്ടുള്ളതാണ്. അതിനെ അഡ്രസ് ചെയ്യാൻ പോലും പൊതുസമൂഹത്തെ അംഗീകരിക്കുന്നില്ല. അതിനെപ്പറ്റി ഒരു സിനിമ എടുക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുന്നു. ദൂരദർശൻ ഓഫീസിലേക്ക് കേരളം തീവ്രവാദത്തിന്റെ നഴ്സറിയാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ മുൻപും. അങ്ങനെ അല്ല എന്ന് പ്രതിരോധിക്കുന്നുണ്ട് CPM-ഉം കോൺഗ്രസും എടുത്ത മാധ്യമങ്ങളും സാധാരണ കേരളത്തിലെ ജനങ്ങളും ഒക്കെ അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. കേരളം തീവ്രവാദത്തിന്റെ നഴ്സറി അല്ല, ഇവിടെ തീവ്രവാദത്തെ പരിപോഷിപ്പിക്കുന്നില്ല എന്ന് നല്ല ഉറച്ച ബോധ്യമുള്ളവർ തന്നെയാണ് ഈ നാട്ടിലുള്ള മനുഷ്യർ. നിങ്ങൾ സ്വന്തം കാര്യം പറഞ്ഞ പോലെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രസ്താവന നടത്താൻ നിങ്ങളെ ആരാ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? കേരളത്തിൽ ജീവിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് തീവ്രവാദത്തെ പറ്റിയിട്ട്. സാധാരണ മനുഷ്യർക്ക് ആശങ്കയുണ്ട്. കേരളത്തെ പ്രതിനിധീകരിക്കാനുള്ള ഉത്തരവാദിത്വവും ധാർമ്മിക അടിത്തറയും ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി തീവ്രവാദത്തെ സംബന്ധിച്ച് ആശങ്കയുള്ളവർ തന്നെയാണ് ഇവിടുത്തെ സാധാരണ മനുഷ്യരും. തീവ്രവാദത്തെ സംബന്ധിച്ച് BJP എങ്കിലും ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവര്. അതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ലെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം എവിടെ നിന്നാണ് വരുന്നത് എനിക്ക് അറിയുന്നില്ല. കേരളത്തിലെ സാധാരണ ജനത്തിന്റെ ആശങ്ക തന്നെയാണ് തീവ്രവാദം. എനിക്കെതിരെ പറഞ്ഞത് അങ്ങ് പറഞ്ഞു കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശമെന്ന്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിച്ച് ഇവിടെ തേനും പാലും കൂട്ടുന്ന മധുര മനോജ്ഞ കേരളമല്ല എന്ന് പറയാൻ അങ്ങേക്ക് അവകാശമുണ്ട്. പക്ഷെ ഇത് സ്നേഹത്തിന്റെ നാടാണ് എന്ന് പറയാൻ കേരളത്തിലെ ഒരു സാമാന്യ ജീവി എന്ന നിലയിൽ എനിക്ക് അവകാശമില്ല അല്ലേ? ആ ചീട്ട് എനിക്ക് വേണ്ട കേട്ടോ. ശ്രീ K. Sarunkumar, അങ്ങനെ നിങ്ങളടക്കം ഭരണത്തിലിരുന്ന കാലം മുഴുവൻ തീവ്രവാദത്തിന്റെ വിത്തുകൾ ഈ മണ്ണിലുണ്ട് എന്നുള്ളതാണ് BJPയുടെ പ്രതിനിധികൾ ആവർത്തിച്ചു പറയുന്നത്. ഈ നാട്ടിൽ തീവ്രവാദത്തിന്റെ വിത്ത് വിതയ്ക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം
മതനിരപേക്ഷ കേരളം ഒറ്റക്കെട്ടായി നന്നായി ത്യാഗം സഹിച്ച് ആ തീവ്രവാദത്തിന്റെ വിത്തെടുത്ത് നശിപ്പിച്ച പാരമ്പര്യമാണ് ഇവിടെ ഉള്ളത്. തലശ്ശേരി കലാപം അന്ന് മുതൽ ഇങ്ങ് എടുത്തു നോക്ക്. തലശ്ശേരി കലാപം നടക്കുമ്പോൾ ആ കലാപഭൂമിയിലേക്ക് CPM നേതാക്കന്മാർ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു അംബാസിഡർ കാർഡ് കൊടിയും കെട്ടി അങ്ങ് ഇറങ്ങി ചെന്നിട്ട് കലാപകലുഷിതമായിട്ടുള്ള സാഹചര്യം ഇല്ലാതാക്കാൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ചരിത്രം മുതൽ അങ്ങ് എടുത്തു നോക്കുക. മാറാട് കലാപം നടന്നു. തീ തുപ്പുന്ന പ്രസംഗം നടത്തിയത് അവിടെ വന്ന് നടത്തിയത് ആരാണെന്ന് പരിശോധിക്കുക. ആ കലാപം അടിച്ചമർത്താനും കലാപ കലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്ന് ജനങ്ങളെ മോചിതരാക്കുവാനും അതുപോലെ ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കുവാനും ഈ നാട് ഒറ്റക്കെട്ടായി ഇറങ്ങിയ ചരിത്രം നമുക്കുണ്ട്. വിഴിഞ്ഞത്ത് കലാപം നടന്നിട്ടുണ്ട്, പൂന്തുറൈ കലാപം നടന്നിട്ടുണ്ട്, കേരളത്തിന്റെ മുക്കിലും തീരപ്രദേശങ്ങളിൽ പലതരത്തിലുള്ള ചെറിയ ചെറിയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളെല്ലാം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരെയും വിശ്വാസത്തിലെടുത്ത് ആ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഏറ്റവും ചിട്ടയായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് ആ കലാപ അന്തരീക്ഷത്തിൽ നിന്ന് മോചിപ്പിച്ച് ഈ നാടിന്റെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിച്ച പാരമ്പര്യം തന്നെയാണ് ഈ കേരളത്തിലുള്ളത്. ആ കേരളത്തെ വീണ്ടും കലാപ കേന്ദ്രമാക്കുവാനും വിധ്വംസക പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാനും വിഭജിക്കാനും കുറച്ച് നാളായി വലിയ ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമം നടത്താൻ കാരണം എന്താ? സംഘപരിവാറിന്റെ വേര് ഇവിടെ വളരുന്നില്ല, വിത്ത് ഇവിടെ വിതയ്ക്കാൻ കഴിയുന്നില്ല. ഇന്ത്യയുടെ പല മേഖലകളിലും ഇവർക്ക് അപ്രാപ്യമായിരുന്ന മേഖലകളിലും അവർ ഉപമിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ പറഞ്ഞു പരത്തുന്ന ഒന്നാണ് എന്ന് പറഞ്ഞു. സമാനമായ ആരോപണങ്ങൾ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെതിരെ സിനിമയിൽ തന്നെ പരാമർശമുണ്ട്. സിനിമയിലെ ഒരു ക്യാരക്ടർ പോലീസിനോട് പറയുന്ന സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ആരോപണം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തുടർച്ചയായി കേരളത്തിലെ മുൻ DGP ഇവിടെ ഇത്തരത്തിലുള്ള പ്രവണതകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളുണ്ട്. അപ്പോൾ ചോദ്യം ചെയ്യാനുള്ള പല കാര്യങ്ങൾ സിനിമയിലും മറ്റു ചർച്ചകളിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഇവിടെ ചോദിച്ചല്ലോ, ഈ 32,000 കണക്ക് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? ഈ കേരളത്തിൽ നിന്ന് 32,000-ഓളം പെൺകുട്ടികൾ ലവ് ജിഹാദിന് വിധേയരായി പ്രണയത്തിന്റെ വഴിയിൽപ്പെട്ട് മതം മാറി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഭാഗമായി മാറി. വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ ആ 32,000 വെട്ടി. ഇപ്പൊ പറയുന്നു ഇന്ത്യയിൽ 200-ഓളം പേർ പോയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇന്ത്യ സ്റ്റോറി എന്നിടൂ. BJPയുടെ പ്രതിനിധിയോട് ഞാൻ ചോദിക്കുകയാണ്, 200 പേർ ഇന്ത്യയിൽ നിന്ന് പോയി എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു. എന്നാൽ പിന്നെ എന്തിനാണ് കേരള സ്റ്റോറി എന്നിടുന്നത്? ഇന്ത്യൻ സ്റ്റോറി എന്നിട്ടുകൂടെ? BBC-യുടെ ഡോക്യുമെന്ററി ഇവിടെ വന്നല്ലോ. ഡോക്യുമെന്ററി വന്നത് എന്താ? യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് നടന്ന സംഭവമാണ്. ഗോദ്ര കലാപത്തിന്റെ ഭാഗമായിട്ടുണ്ടായ സാഹചര്യമാണ്. ആ BBC-യുടെ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. സ്റ്റെയിൻ സ്വാമി അടക്കമുള്ളവരെ ഈ ഗവൺമെന്റിനെ വിമർശിച്ച് രംഗത്ത് വന്നപ്പോൾ നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. പ്രീത സൈവാദും RB ശ്രീകുമാറും ഈ ഗോദ്ര കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കേസുകളെ കുറിച്ച് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചപ്പോൾ നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. പെരുമാൾ മുരുകൻ ചില കവിതയും സാഹിത്യവും പുറത്തു വന്നപ്പോൾ നിങ്ങൾ ചോദിച്ചു എഴുത്തു വേണമോ അതോ കഴുത്തു വേണമോ എന്ന് ചോദിച്ചു. അന്നേരം ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും കലാകാരന്മാർക്ക്, സാഹിത്യകാരന്മാർക്ക്, സിനിമാ പ്രവർത്തകർക്ക്, പുരോഗമനവാദികൾക്ക് ഒന്നും ഒരു തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യം കാണിച്ചാൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഉപയോഗിച്ച് നിങ്ങൾ കള്ളക്കേസിൽ കുടുക്കി അവരെ ജയിലിലടയ്ക്കും. എന്ന് വിചാരണ പോലും തുടങ്ങാൻ കഴിയുമെന്ന് അറിയില്ലാത്ത തരത്തിൽ ന്യൂസ് ക്ലിക്കിന്റെ ഉടമസ്ഥരടക്കം ഇന്ന് ജയിലിൽ കിടക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അപ്പൊ അവിടെയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ BJPയുടെ പ്രതിനിധി പറയാ മാർക്കറ്റിംഗ് ട്രൂളാണ്, ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഒരു 32,000 കണക്കെന്ന് പറയുകയാണ്. ഈ രാജ്യം, ഈ സംസ്ഥാനം ഒറ്റക്കെട്ടായി അതിനെ നേരിടുന്ന സാഹചര്യം നാം കണ്ടില്ലേ? 32,000-ഓളം പെൺകുട്ടികൾ. നിങ്ങളുടെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലേ അന്വേഷിച്ചത് ലവ് ജിഹാദ് ഉണ്ടോ എന്ന്? ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങളുടെ കേന്ദ്രമന്ത്രി, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി G കിഷൻ റെഡ്ഡിയാണ് MP-മാരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ലവ് ജിഹാദ് എന്നൊന്നത് ഇല്ല, ഒരിക്കലുമില്ല. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിച്ച് ഇല്ല എന്ന് പറഞ്ഞത് ഒരു സംഭവമായി ചിത്രീകരിച്ച സിനിമ. അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങൾ പറയുകയാണ്, അത് സിനിമയല്ലേ എന്ന് പറയുകയാണ്. ഇങ്ങനെ കള്ളമായിട്ടുള്ള കാര്യങ്ങൾ, വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഈ കേരളത്തിന്റെ യശസ് മറ്റു സംസ്ഥാനങ്ങൾക്കിടയും ജനങ്ങളുടെയും ഇടയിൽ ഇടിച്ചു കാണിച്ച് ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ സംഘപരിവാറിന് വളരാൻ കഴിയാത്തത് എന്ന രൂപത്തിൽ നുണപ്രചരണം നടത്തുകയാണ്. 2023 ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ലവ് ജിഹാദ്, കോൺസ്പിറസി ആൻഡ് റാഡിക്കലൈസേഷൻ എന്നാണ് ഈ സിനിമയുടെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതായത് ഇല്ല എന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞ ഒരു കാര്യം ഒരു സിനിമയുടെ പ്രചാരണത്തിനായി ഉപയോഗിക്കുകയാണ്. ആ സിനിമയുടെ പേരിട്ട് വിളിച്ചതാണ് കേരള സ്റ്റോറി എന്ന്. ഇത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ ഒരേ ശബ്ദത്തിൽ പലതിനോടും ഇല്ലാത്ത ഐക്യത്തിൽ പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതിഷേധം എന്ന് പറയുന്നത് നിങ്ങൾ കാലാകാലങ്ങളിൽ പരിപോഷിപ്പിച്ചെടുത്ത, താലോലിച്ച് വളർത്തിയെടുത്ത
തീവ്ര ആശയങ്ങൾക്കുള്ള പരിപോഷിപ്പിക്കലാണ്, പരിലാളനമാണ് എന്നുള്ളതാണ് BJP പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ 10 വർഷമായി രാജ്യം ഭരിക്കുന്നത് BJP ആണല്ലോ. നേരത്തെ എൻ്റെ അതേ ചോദ്യമാണ്. രാജ്യം ഭരിക്കുന്നത് BJPയും 54 ഇഞ്ചിൻ്റെ നെഞ്ചളവുള്ള നരേന്ദ്രമോദിയുമാണല്ലോ. ആ ദാമോദർദാസ് ഭായി മോദി വിചാരിച്ചിട്ട് 10 വർഷമായി കേരളത്തിലെ CPM UDF സഖ്യ സർക്കാർ ഉണ്ടാക്കിയെടുത്ത തീവ്രവാദത്തെ പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ലെങ്കിൽ ഇവരെ കൊണ്ട് പണിക്ക് കൊള്ളില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞെന്താ, ഇത് ഡോക്യുമെൻ്ററി അല്ലല്ലോ. ഡോക്യുമെൻ്ററി ആയിരുന്നു ഈ പ്രിസൈസ് കണക്ക് പറയാമായിരുന്നു. ശംഖു, ഇതേ സംവിധായകൻ മുമ്പ് ഒരു ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട്. ആ ഡോക്യുമെൻ്ററിയുടെ പേര് ഇൻ ദ നെയിം ഓഫ് ലവ് എന്നാണ്. ഇൻ ദ നെയിം ഓഫ് ലവിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, 17,000 പെൺകുട്ടികൾ എവിടെ നിന്ന് പോയിരിക്കുന്നു? കേരളത്തിൽ നിന്ന് പോയിരിക്കുന്നു. 15,000 പേർ മംഗലാപുരത്ത് നിന്നും. മംഗലാപുരം ഒരു കോസ്റ്റൽ ഏരിയ ആണ്. അവിടുത്തെ കമ്മ്യൂണൽ ഇഷ്യൂസ് മാധുവിന് അറിയാമല്ലോ. അപ്പോൾ വളരെ കൃത്യമായി സെൻസിറ്റീവായി എങ്ങനെ കാര്യങ്ങൾ പറയാം, അതിൽ നിന്ന് ലാഭമുണ്ടാക്കാം എന്നത് ഇവർ നോക്കുന്നുണ്ടെന്നേ. 2009 KT ശങ്കരൻ, ജസ്റ്റിസ് KT ശങ്കരൻ ഹൈക്കോടതിയിൽ നിന്ന് ജേക്കബ് പുന്നൂസ് എന്ന് പറയുന്ന DGPയോട് ചോദിക്കുന്നത്, കേരളത്തിൽ ലവ് ജിഹാദ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കേരളത്തിൻ്റെ അന്നത്തെ DGP ജേക്കബ് പുന്നൂസ് വളരെ കൃത്യമായി സത്യവാങ്മൂലം സമർപ്പിക്കുന്നു, ഇല്ല. 2017 ഓഗസ്റ്റിൽ ഹിന്ദു ജാഗ്രതാ സമിതി, ജനജാഗ്രതാ സമിതി എന്ന് പറഞ്ഞ് ഇവരുടെ കർണാടകയിലെ ഒരു സംഘപരിവാർ സംഘടനയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവർ കോടതിയിൽ പോകുന്നു. 30,000 പെൺകുട്ടികളെ കാണാനുണ്ട് എന്നാണ് പറയുന്നത്. അന്ന് കർണാടക സർക്കാർ കോടതിയിൽ കൊടുക്കുന്ന ഒരു സത്യവാങ്മൂലമുണ്ട്. 404 പെൺകുട്ടികളാണ് ആ വർഷം അവിടെ നിന്ന് കാണാതെ പോയത്. അതിൽ 338 പേരെ കണ്ടെത്തി. ബാക്കി 57 പേർ. ആ 57 പേരും ഹിന്ദു സമുദായ അംഗങ്ങൾ മാത്രമല്ല, അതിൽ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, ഹിന്ദു സമുദായ അംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ കള്ളവും അവിടെ പൊളിക്കപ്പെട്ടു. നരബലി നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ചർച്ച ചെയ്ത വിഷയമാണല്ലോ. നരബലിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പോലീസ് സംവിധാനം വെളിയിൽ വിട്ടൊരു കണക്കുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചാൽ മതിയാവൂ. 68,385 പേരെയാണ് കാണാതായിട്ടുള്ളത് കേരളത്തിൽ നിന്ന് 6 വർഷത്തിനിടയിൽ. അതിൽ 58,000 പേരെ കണ്ടെത്തി. എന്നാൽ പോലും 6 വർഷത്തിനിടയിൽ കേരളത്തിൽ നിന്ന് ഇനി കണ്ടെത്താനുള്ളത് 10,000-ൽ താഴെ മാത്രമാണ്. അങ്ങനെയുള്ളിടത്ത് എങ്ങനെയാണ് ഇവർ പറയുന്ന എന്താണ് ഈ സിനിമയുടെ സ്പാൻ ഓഫ് ടൈം 12 വർഷമാണ്. ഈ 12 വർഷം വെച്ച് കൂട്ടിയാലും 20,000 പേരെ കാണാതെ ആവുകയുള്ളൂ. 32,000 പേരുന്നുള്ള കണക്കിൽ അതിൽ തന്നെ ഒരു വ്യത്യാസം വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് വസന്ത് സരയ്ക്ക് 476 അൺസോൾവ്ഡ് കേസസ്. 476 കേസുകൾ മാത്രമാണ് അൺസോൾവ്ഡ് കേസസ് എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിലേക്ക് 6,295 എന്ന് പറയുന്നു. പെർസെന്റേജ് ഓഫ് സോൾഡ് വിമൻ മിസ്സിംഗ് കേസിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 93.5% കേരളത്തിൽ. പലയിടങ്ങളിൽ, രാജസ്ഥാനിൽ, ഉത്തർപ്രദേശിൽ, ഒഡീഷയിൽ, മധ്യപ്രദേശിൽ, എന്തിന് തമിഴ്നാട്ടിൽ പോലും അത് 60-നു താഴെയാണ്. തമിഴ്നാട്ടിൽ 65ആണ്, അതിൽ താഴേക്ക് 60-ലാണ്. 93.5% അതിൽ സോൾഡ് വിമൻ മിസ്സിംഗ് കേസസ് എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് ഇത്രയും ഒരു വിമർശനം കേരളത്തിന് കേൾക്കേണ്ടി വരുന്നത്. ഇതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി. അല്ല മാധു, ഈ ഓൾട്ട് ന്യൂസ് വളരെ കൃത്യമായി സുദീപ് സെന്നോട് ചോദിക്കുന്നുണ്ട് ഒരു ഇന്റർവ്യൂവിൽ. അവർ ഫാക്ട് ചെക്ക് കേസാണല്ലോ. അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ കണക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വസ്തുത പറയാനുണ്ടോ? ഒരു വസ്തുതയും അദ്ദേഹത്തിന് പറയാനില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ഇപ്പോൾ ഈ കാണാതെ പോയി പെൺകുട്ടികളുടെ കണക്ക് അവിടെ മാറ്റി വെക്കൂ, നമുക്ക് ചർച്ച ചെയ്യാം. ഇവർ പറയുന്നത് എന്താണ്? ISIS ചേർന്നവർ കണക്കാണ്. NIA പുറത്തുവിട്ട കണക്ക് പ്രകാരം കേരളത്തിൽ നിന്ന് ISIS ചേർന്ന് 22 പേരാണ്. നേരത്തെ ശംഖു പറഞ്ഞ എന്താണ്? ശംഖു പറഞ്ഞ് 200 പേർ ഇന്ത്യയിൽ നിന്ന് കാണാറായി. അങ്ങനെയാണെങ്കിൽ 12% ഓർക്കണം. 12% മാത്രം കേരളത്തിലുള്ളപ്പോൾ ISIS ചേരുന്നത് എങ്ങനെയാണ് കേരള സ്റ്റോറി ആവുന്നത്? നിങ്ങളുടെ UP യിൽ നിന്ന് 24% പേർ, ഈ കണക്ക് പ്രകാരം 24% പേർ ISIS ചേർന്നിട്ടുണ്ട്. എന്താണ് UP സ്റ്റോറി ഇറക്കാൻ നിങ്ങൾക്ക് മടി? എന്താണ് UP സ്റ്റോറി പറയാൻ നിങ്ങൾ ഇത്രമാത്രം ഭയപ്പെടുന്നത്? നോക്കൂ, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെററിസം ബൈ ദ US ഗവൺമെന്റ്, അവർ 66 ഇന്ത്യൻസ് ആർ ജോയിൻഡ് ഇൻ ISIS എന്ന് പറഞ്ഞൊരു വാർത്ത വെളിയിൽ വിട്ടു. ദേശീയ മാധ്യമങ്ങൾ അത് വളരെ വലിയ തലക്കെട്ടിൽ 66 എന്ന് പറയുന്ന നമ്പർ വെളിയിൽ വിട്ടാണ്. ഇവർ പറയുന്ന കണക്ക് പ്രകാരം NIA-യുടെ കണക്ക് പറയും, ഇവരുടെ ഏജൻസി അല്ലേ, NIA-യുടെ കണക്ക് പ്രകാരം പോലും 22 പേർ മാത്രമാണ് കേരളത്തിൽ നിന്ന് പോയത്. അങ്ങനെയാണെങ്കിൽ നാളെ ഗ്രഹാം സ്റ്റെയിനെയും അദ്ദേഹത്തിന്റെ 2 പിഞ്ചോമന കുഞ്ഞുങ്ങളെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും ഇവർ തീയിട്ട് കൊന്നത് ദ ഭാരത് സ്റ്റോറി എന്ന് പറഞ്ഞ് നാളെ പ്രദർശനത്തിന് വെച്ചാൽ ഇവർ സമ്മതിക്കുമോ? അത് ഭാരതത്തിന്റെ മുഴുവൻ സ്റ്റോറിയാണ് എന്ന് പറഞ്ഞാൽ ഇവർ അംഗീകരിക്കുമോ? അത് ഇന്ത്യയുടെ മുഴുവൻ കഥയാണ്, അത് സംഘപരിവാർ ഭീകരവാദത്തിന്റെ കഥയാണ് എന്ന് പറഞ്ഞാൽ ഇവർ അക്സെപ്റ്റ് ചെയ്യുമോ? ഇവർ നാടൊട്ടുക്കും BJP അല്ല, അത്തരം ഗ്രൂപ്പുകളുടെ ഉത്തരവാദിത്തം BJP ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് സാധാരണ ചർച്ച കേൾക്കാൻ. ശംഖു അത് പറയുകയും ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ. ശരി, ഞാൻ അങ്ങേലേക്ക് വരികയും ചെയ്യാം. ശ്രീ ശങ്കുട്ടിദാസ്, അങ്ങ് നേരത്തെ പറഞ്ഞു ഈ കാര്യം, ഈ കേരള സ്റ്റോറി BJP ഏതെങ്കിലും തരത്തിൽ പ്രോത്സാഹിപ്പിച്ച ഒന്നല്ല, അതിന്റെ അണിയറയിൽ BJP ഇല്ല, BJP-ക്കല്ല അതിന്റെ ഉത്തരവാദിത്തം എന്നൊക്കെ.
അമിത് മാളവ്യ, നിങ്ങളുടെ IT സെല്ലിന്റെ ദേശീയ കൺവീനർ, അദ്ദേഹത്തിന് ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നല്ലോ, ദി കേരള സ്റ്റോറി ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് സ്റ്റോറീസ്, ഇറ്റ് ഈസ് ഷോക്കിംഗ് ആൻഡ് ഡിസ്റ്റർബിംഗ് എന്നാണ് അദ്ദേഹം ആ ട്വീറ്റിൽ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന ലവ് ജിഹാദ് ഈസ് റിയൽ ആൻഡ് ഡേഞ്ചറസ് എന്നാണ്. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പോയി പറയാം ലവ് ജിഹാദ് ഇല്ല, എന്നിട്ട് നിങ്ങളുടെ IT സെല്ലിന്റെ കൺവീനർ എന്നിട്ട് പറയാം ലവ് ജിഹാദ് റിയൽ ആണ്. ഈ കാര്യത്തിൽ നിങ്ങൾക്കൊരു പാർട്ടി എന്ന രീതിയിലോ രാജ്യത്തെ നയിക്കുന്ന സർക്കാരിന്റെ നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന രീതിയിലോ ഒരു ഏകാഭിപ്രായമോ ഉത്തരവാദിത്വ ബോധമോ ഇല്ലേ? ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായമുണ്ട്. നിങ്ങൾ ആദ്യം ബഹുമാനപ്പെട്ട മന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് എന്താണെന്നത് മനസ്സിലാക്കണം. അമിത് മാളവ്യ പറഞ്ഞത് ശരിയാണ്, ബേസ്ഡ് ഓൺ ട്രൂ ഇൻസിഡൻസ് ആണ്. ഈ കേരള സ്റ്റോറിയുടെ അവസാനം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 സ്ത്രീകളുടെ, അതിലൊരു സ്ത്രീ ആത്മഹത്യ ചെയ്യാണല്ലോ, ആ സ്ത്രീയുടെ കുടുംബാംഗങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ. മറ്റൊരു സ്ത്രീ, ആ ഗ്യാങ് റേപ്പിന്റെ വിക്ടിം ആവുന്ന സ്ത്രീ, ആ സ്ത്രീ തന്നെ വന്നിട്ട് അവരുടെ അനോണിമസ് ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ ആ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെ ആശ്രയിച്ചിട്ടാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ആ സിനിമ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് കേരള സ്റ്റോറി എന്ന് പേര് വന്നത്. 2, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെന്ന് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ടോന്നാ. പാർലമെന്റിലെ ചോദ്യം ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് എത്ര കേസുകൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു കേസും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യൻ പീനൽ കോഡിലോ ഇന്ത്യയിൽ അതുവരെ നിലവിൽ നിന്നിരുന്ന ഏതെങ്കിലും നിയമത്തിലോ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ഒഫൻസ് ഡിഫൈൻ ചെയ്യപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഒരു ഒഫൻസിന് കീഴിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കേരളത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, എന്നാൽ ഏതെങ്കിലും ലീഗൽ ടെർമിനോളജിയിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം പരാമർശിക്കപ്പെടുമോ? നിയമത്തിൽ നിർവചിക്കപ്പെടാത്ത ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ട് ലവ് ജിഹാദ് ഇല്ല എന്നർത്ഥം അന്ന് പാർലമെന്റിൽ പ്രസ്താവിച്ചു എന്ന് പറയുന്നത് ബോധപൂർവം ആളുകളെ വിഡ്ഢികളാക്കുന്ന എന്നുള്ളതായിരുന്നു. അങ്ങ് പറഞ്ഞത് ഭാഗികമായി ശരിയാണ് എന്ന് ഞാൻ സമ്മതിക്കാം. അതായത് കേരളത്തിൽ ലവ് ജിഹാദ് എന്ന പദം നിർവചിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു വാക്ക് നിലവിലില്ല എന്നുള്ളതാണ്. പക്ഷെ അത് വ്യാപകമായി ഉപയോഗിക്കുന്നത് ആദാസമയം ഈ സിനിമയുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് അല്ല, അതിനങ്ങ് ഗ്രാൻഡഡായി എടുക്കല്ലേ. അങ്ങ് പറഞ്ഞതിന് ഞാൻ ഭാഗികമായി എന്നാണ് പറഞ്ഞത്. അതായത് ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടല്ല അന്ന് അമിത്ഷാ ഉപയോഗിച്ച വാചകങ്ങൾ ഇതാണ്. അങ്ങനെ ഒരു സംജ്ഞയില്ല. കേന്ദ്രത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ടെന്നാണ് കേട്ടോ, കേസ് രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ടില്ല. അങ്ങനെയുള്ള എത്ര കേസുകൾ കേന്ദ്രത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ടെന്നാണ്. അന്ന് അങ്ങനെ ഒരു പ്രവണതയില്ല എന്ന് ഈ പറയുന്ന അമിത്ഷാ പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിയാമോ? ഞാൻ പറഞ്ഞു വന്ന കാര്യം ഞാൻ മുഴുവിപ്പിക്കട്ടെ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കേട്ടില്ല. എന്തായിരുന്നു പറഞ്ഞത്? കേട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടില്ല. ശരി. അപ്പോൾ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഒന്നില്ല, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് മന്ത്രി പാർലമെന്റിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല എന്ന് മന്ത്രി പാർലമെന്റിൽ പറഞ്ഞിട്ടില്ലെന്നെങ്കിലും നിങ്ങൾ സംഭവിക്കുമല്ലോ. അങ്ങനെയല്ല കേന്ദ്രത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ബെന്നി ബെഹനാൻ ചോദിച്ചത്. ഞാൻ സമ്മതിക്കുമോ എന്നങ്ങ് ചോദിച്ചുകൊണ്ടാണ് എനിക്ക് ഖണ്ഡിക്കേണ്ടി വരുന്നത്. തുടർച്ചയായിട്ട് പറഞ്ഞതിനോട് എനിക്കും താല്പര്യമില്ല ശ്രീ ശങ്കുട്ടിദാസ്. അങ്ങനെയല്ല, ബെന്നി ബെഹനാൻ ചോദിച്ചാൽ കേന്ദ്രത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ചോദ്യം. അങ്ങനെ ചോദിക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെ സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് വിശദീകരിക്കുകയാണ് ശ്രീ ശങ്കുട്ടിദാസ്. വീണ്ടും വിശദീകരിക്കാതിരിക്കും. വളരെ ലളിതമായി പറയൂ. കേന്ദ്രത്തിന് മുന്നിൽ എത്ര കേസുകൾ എത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ കേന്ദ്രത്തിന് മുന്നിൽ അങ്ങനെ ഒരു കേസും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അത്രയല്ലേ പറഞ്ഞുള്ളൂ. ഇതാണ് എന്റെ ചോദ്യം. അതല്ല കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നത്. കേരളത്തിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു കേസും കേന്ദ്രത്തിന് മുമ്പിൽ എത്തിയിട്ടില്ല എന്ന് അതിന് അർത്ഥമുള്ളൂ. 2, ഇപ്പോൾ ലവ് ജിഹാദ് എന്നതിന് പറയും റൊമാൻറ്റിക് ജിഹാദ് എന്ന വാക്ക് പ്രയോഗിക്കപ്പെടാറുണ്ട്. റൊമാൻറ്റിക് ജിഹാദ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിനും ഇല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നിയമത്തിൽ അങ്ങനെ ഒരു ടെർമിനോളജി ഇല്ല. 2, ഇനി എൻ്റെ യഥാർത്ഥ വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ആരോപണം BJPയുടെയോ RSSന്റെയോ നേരത്തെ പറഞ്ഞ ഹിന്ദു ജനജാഗ്രതാ സമിതിയുടെയോ നിർമ്മിതിയല്ല. 2009 ഹിന്ദു ജനജാഗ്രതാ സമിതി 30,000 ആളുകളുടെ കണക്ക് പറഞ്ഞ് അതിന് മുൻപാണ് കേരളത്തിലെ തന്നെ ക്രിസ്ത്യൻ ബിഷപ്പുമാരുടെ സംഘടനയായിട്ടുള്ള KCBC 2009 4,000 ക്രിസ്ത്യൻ പെൺകുട്ടികൾ റിലീജിയസ് കൺവെർഷന് വളരെ ഓർക്കസ്ട്രേറ്റഡ് എഫർട്ട് മൂലമുള്ള ഓർഗനൈസ്ഡ് കൺവെർഷന് വിധേയരായിട്ടുണ്ടെന്ന് KCBC പറയുന്നത് 2009 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ KCBCയും SNDPയുമാണ് ആദ്യമായി ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നത്. 2009 തന്നെയാണ്
SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ ഈഴവ പെൺകുട്ടികളെ ബോധപൂർവ്വം ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കോടതി വ്യവഹാരത്തിൽ 2009 ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് KT ശങ്കരൻ കേരളത്തിൽ നടക്കുന്ന ഇത്തരം കേസുകൾക്ക് പിന്നിൽ ഒരു കോൺസെൻട്രേറ്റഡ് എഫർട്ട് ഉണ്ട്, ഒരു സംഘടനയുടെ സംഘാടകത്വം ഉണ്ട് എന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം അന്വേഷണം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയിട്ടാണ് 2012 ജേക്കബ് പുന്നൂസ് പറഞ്ഞത് ഞങ്ങളുടെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടില്ല എന്ന്. അപ്പോൾ അതിനു മുമ്പ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് ആരാണ്? BJP അല്ല, RSS അല്ല, ഹിന്ദു ജനജാഗ്രതാ സമിതി അല്ല. ഒന്ന് കേരള ഹൈക്കോടതിയിലെ ജഡ്ജി, 2 SNDP, 3 KCBC. KCBC 2019 ഈ നിലപാട് ആവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പറയുന്ന വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷവും ആർച്ച് ബിഷപ്പ് വായിച്ചിട്ടുള്ള ലേഖനത്തിൽ SNDPക്കോ സിറോ മലബാർ സഭയ്ക്കോ ഇങ്ങനെ പലർക്കും ഈ വക കാര്യങ്ങളിൽ അവരുടെ സമുദായത്തിന്റെ നിലപാട് പറയാം. അത്തരം കാര്യം പാർലമെന്റിൽ ചോദ്യത്തിന് മുന്നിൽ വരുമ്പോൾ അങ്ങനെ ഒരു സംജ്ഞയില്ല എന്ന് അദ്ദേഹത്തിന് സാങ്കേതികമായി പറയാമെങ്കിലും അങ്ങനെ ഒരു പ്രവണതയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് പറയാം. അങ്ങനെ ഒരു പ്രവണതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അതിനെ ഇനി വിശദീകരിക്കേണ്ടിയിരിക്കുന്നു, നിർവചിക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞില്ല. അദ്ദേഹം എന്താണ് പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അദ്ദേഹത്തോട് ചോദ്യത്തിന് ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. ആ കാര്യം വളരെ വ്യക്തമാണ്. ഇത് കേട്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്കിനി അതിൻ്റെ മുകളിൽ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് നിവൃത്തിയൊന്നുമില്ല. അന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഓൺ റെക്കോർഡ്, ദാറ്റ് ഈസ് ഓൺ ടേബിൾ. 2, ഈ പറയുന്ന ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ആരോപണം ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത്. ഇതാണ് ഞാൻ പറയുന്നത്. ഇതിനൊരു ഗ്ലോബൽ പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ മ്യാൻമാറിൽ നടന്നിട്ടുള്ള അശ്വിൻ വിരാധുവിൻ്റെ നേതൃത്വത്തിലുള്ള 969 മൂവ്മെൻറ്റ്, അവിടെ ഉണ്ടായിരുന്ന റോഹിംഗ്യൻ മുസ്ലിം എക്സ്ട്രീമിസത്തിനെതിരെ ഒരുപക്ഷെ അഹിംസാവാദികളാണ്, നിരായുധരാണ് ണെന്ന് പറയുന്ന ബുദ്ധ സന്യാസിമാർ ആയുധം കയ്യിലെടുത്ത് നടത്തിയിട്ടുള്ളൊരു മൂവ്മെന്റ് ഉണ്ട്, 969 മൂവ്മെന്റ്. അതിന് മൂലകാരണമായിട്ട് അന്ന് 969 മൂവ്മെന്റ് പറഞ്ഞത് ലവ് ജിഹാദ് ആയിരുന്നു. അവിടുത്തെ മ്യാൻമാറിലെ ആർമി എവിടെയെങ്കിലും ഇത്തരം പ്രവണതകളുണ്ടെങ്കിൽ ഇപ്പൊ ഭീകരവാദം ലോകത്തെവിടെയും ഇല്ലായിരിക്കില്ല. പക്ഷെ അത് കേരളം അതിനെ പരിപോഷിപ്പിക്കുന്നു എന്ന് പറയുന്നിടത്താണ് കേരളത്തിൽ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംജ്ഞയില്ല എന്നുള്ളത് ശരി. അത് ലോകത്തിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ അത് നടക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഇവിടെയും പ്രതിഷേധം ഉണ്ടാകുന്നത്. ശ്രീ ശങ്കുട്ടിദാസ്, കേരള സ്റ്റോറി എന്ന് പേരിട്ട് വിളിക്കുന്നിടത്താണ് ഈ പ്രശ്നമുള്ളത്. ഈ പറയുന്ന അമിത് മാളവ്യ പറഞ്ഞതും കേരള സ്റ്റോറി എന്നുള്ളതാണ്. ഇവിടെ ലവ് ജിഹാദ് റിയൽ ആണ് എന്നാണ് അദ്ദേഹം ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് പറയുന്നത്. അത് പ്രചാരണമാണെന്ന് നിങ്ങളുടെ IT സെല്ലിന്റെ ദേശീയ കൺവീനർ അല്ലേ? അത് പ്രചാരണമല്ല എന്ന് ആരെങ്കിലും വിശ്വസിക്കോ? അത് പ്രചാരണമല്ല, അത് വസ്തുതയാണെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നൊരു ഗ്ലോബൽ പാറ്റേൺ ആണ്. അത് കേരളത്തിലുണ്ട്. ഇപ്പോൾ ഞാൻ മേർവാൻ്റെ കാര്യം പറഞ്ഞു. യു കെയിലെ സിഖ് ജസ്റ്റിസ് ഫോറം എന്ന് പറയുന്ന അവിടുത്തെ സിഖ് ഡയസ്പോറയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള സംഘടന സിഖ് പെൺകുട്ടികളെ ഓർക്കസ്ട്രേറ്റഡ് ക്യാമ്പയിനിലൂടെ മതം അങ്ങ് പറയുന്ന കാര്യങ്ങൾ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന ഒരു കാര്യം വിശദീകരിച്ച് ഇവിടുത്തെ സാമാന്യവൽക്കരിക്കാനുള്ള ശ്രമം അങ്ങ് നടത്തുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. മറ്റു നിവൃത്തിയില്ല. കാരണം ഈ സിനിമയുടെ പേര് ദ സ്റ്റോറി അദ്ദേഹത്തിന്റെ അല്ലല്ല ഒരു മിനിറ്റ് അദ്ദേഹത്തിന്റെ തന്നെ നേരത്തെ ശ്രീ വസന്ത് സിരേർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇൻ ദ നെയിം ഓഫ് ലവ് എന്ന് തന്നെ ആയിരുന്നെങ്കിൽ പോലും പ്രശ്നമില്ലെന്നേ. ചില പ്രവണതകളെ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ആശയങ്ങളുടെ ഭാവനയുടെ തൊങ്ങല് ചേർത്ത് പറയാം. പക്ഷെ ഇത് കേരള സ്റ്റോറി എന്നാണ്. എവിടെയെങ്കിലും നടക്കുന്ന പ്രവണതകൾ കേരളത്തിന്റെ കഥയെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അതിനെതിരെ ഇവിടെ പ്രതിഷേധം ഉണ്ടാകും എന്നതിൽ വേറെ തർക്കമൊന്നുമില്ല. ശ്രീ ശങ്കുട്ടിദാസ്, അങ്ങ് ലോക ചരിത്രം മുഴുവൻ പറയുന്നത് കൊണ്ട് അതിനെ സാധൂകരിക്കാൻ കഴിയില്ല. നിസ്സഹായതയാണ്, കഴിയില്ല. അതുകൊണ്ടാണ് പ്രതിഷേധിച്ചോളൂ. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ആക്ഷേപമില്ല. ശരി, ഓക്കെ. അടുത്തൊരു കേസ് അരുൺകുമാർ, അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞു പാർലമെന്റിൽ ഈ പറയുന്ന ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ സ്വീകരിച്ച നിലപാട് അതിനെ ശ്രീ ശങ്കുട്ടിദാസ് ഖണ്ഡിക്കുന്നത് അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കും. കേരള സ്റ്റോറി എന്ന് പറയുന്നത് BJP പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നല്ല എന്ന് നേരത്തെ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് പറഞ്ഞിരുന്നു. അമിത് മാളവ്യയുടെ ട്വീറ്റ് അതുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിന്റെ ഭാഗമല്ല എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ഏറ്റവും കുറച്ച് വർഗീയ കലാപങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്ന സംസ്ഥാനം കേരളമാണ്. അവസാനത്തെ 8 വർഷമായി ഒരൊറ്റ വർഗീയ കലാപം പോലും നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ ഒരു സിനിമ പുറത്തിറക്കി ഇവിടെ മുഴുവൻ കലാപകലുഷിതമായ അന്തരീക്ഷമാണ്, ലവ് ജിഹാദാണ്, പെൺകുട്ടികളെ തന്ത്രപൂർവ്വം റിക്രൂട്ട്മെന്റ് നടത്തി തീവ്രവാദികളാക്കുകയാണ് എന്ന രൂപത്തിൽ ഒരു സിനിമ ഇറക്കുക, അത് പരമാവധി പ്രചരിപ്പിക്കുക. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഏപ്രിൽ മാസം 5-ാം തീയതി അത് പ്രക്ഷേപണം ചെയ്യുക. ഈ ഏപ്രിൽ 5-ന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ലോകത്താദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നത് 1957 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ്. ഇന്നേ ദിവസമാണ്. നിങ്ങൾ വ്യാജ കഥകൾ ഏപ്രിൽ മാസം 5-ാം തീയതി ഇത്തരത്തിൽ പ്രദർശിപ്പിക്കുമ്പോൾ
യഥാർത്ഥ കേരള സ്റ്റോറി എന്തെന്ന് ഞങ്ങൾ ഇന്നു മുതൽ പ്രചരിപ്പിക്കും. ഞങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ വികസന സൂചികയിൽ ലോക നിലവാരത്തിലേക്ക് വികസിത രാജ്യങ്ങൾക്കൊപ്പം അതിനപ്പുറത്തേക്ക് ഈ കേരളം കുതിക്കാനുണ്ടായിട്ടുള്ള കാര്യം വിവിധ ഗവൺമെന്റുകൾ മാറി മാറി അധികാരത്തിൽ വരുമ്പോഴുള്ള യഥാർത്ഥ കേരളത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ആ യഥാർത്ഥ കേരള സ്റ്റോറിയാണ് നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും. പ്രളയമുണ്ടായപ്പോ, കോവിഡ് ഉണ്ടായപ്പോ, ഓഖി ദുരന്തമുണ്ടായപ്പോ, നിപ വൈറസ് ഉണ്ടായപ്പോ, ഏത് ദുരന്ത ഘട്ടത്തിലും ഒത്തൊരുമയോടെ, സൗഹാർദ്ദത്തോടെ, സ്നേഹത്തോടെ, ജാതി മത വ്യത്യാസങ്ങളില്ലാതെ, ഭാഷാ നിറവ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ അതേപോലെ പാലിക്കുന്ന അതാണ് കേരള സ്റ്റോറി. ആ കേരള സ്റ്റോറിയാണ് ലോകത്തെല്ലായിടത്തും അംഗീകരിക്കപ്പെട്ടത്. വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് കേരളത്തെ ചിന്തിക്കുന്നത്. അത് തന്നെയാണ് പട്ടിണിയില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. അതുപോലെ തന്നെ ഓരോ സൂചിക എടുത്തു നോക്കുക. ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണെങ്കിൽ, മൊബൈൽ ഫോൺ കണക്ഷൻ ആണെങ്കിൽ, സാമൂഹിക വികസന സൂചികയുടെ ഓരോ തലങ്ങളെടുത്ത് പരിശോധിക്കുക. പൊതു ഇടങ്ങളിലെ വിസർജ്ജ സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാ രംഗത്തും കേരളം ഒന്നാമതെത്തുന്ന അതാണ് കേരള സ്റ്റോറി. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തർക്കമുണ്ടാകും. പക്ഷേ ഈ കേരളത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള നയം, തീരുമാനം ആരെടുത്താലും അതിനെ യോജിച്ച് നിന്ന് ചെറുത്തു തോൽപ്പിക്കുക എന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണ്. അത് എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാകും. കാരണം കേരളം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. ഭാരതം എന്ന് കേട്ടാൽ നമ്മുടെ തിളക്കണം ചോര നമ്മുടെ ഞരമ്പുകളിൽ. ഇത് കൃത്യമായി നടപ്പാക്കും. കാരണം കേരളത്തിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ കൂട്ടായ്മയോടെ, ഒത്തൊരുമയോടെ പ്രവർത്തിക്കുക അതാണ് കേരള സ്റ്റോറി. ആ സ്റ്റോറി ജനങ്ങൾ ഗൗരവത്തോടെ ഏറ്റെടുക്കും, ചർച്ച ചെയ്യും. അതുകൊണ്ട് ഈ നുണപ്രചരണം നടത്തുന്നവർ പൂർണ്ണമായി പരാജയപ്പെട്ട് പിന്മാറേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരു തരി പോലും ഇവർക്ക് മുന്നോട്ട് വീണ്ടും വട്ടപൂജ്യമായി മാറി. കേരളത്തെ ലക്ഷ്യമിട്ടല്ല എന്നുള്ളത് അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടുള്ളതാണ്. അവിടുത്തെ രാഷ്ട്രീയമായിട്ടുള്ള ഡാമേജ് നിങ്ങൾക്കാണ് ഉണ്ടാകുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രചാരണങ്ങൾക്ക് ഇത് കൂടുതൽ ആക്കം പകരും, അത്രമാത്രം. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണല്ലോ ഡിഫെൻഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ഇത് ഉത്തരേന്ത്യൻ മനസ്സുകളിൽ കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ പറ്റാത്തത് ഇന്ന കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്. അല്ലാതെ ബി ജെ പിയുടെ കഴിവുകേട് കൊണ്ടല്ല, അല്ലാതെ കേരളത്തിൽ ഇവിടെ സാക്ഷര ജനത ഉള്ളതുകൊണ്ടല്ല എന്നൊരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും. 2017 ഹാദിയ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞുകൊണ്ടാണ് 89 കേസുകൾ NIA എടുത്ത് പരിശോധിച്ചു. 89 കേസിൽ 17 കേസിൽ സ്പെഷ്യൽ സ്റ്റഡി നടത്തി. എന്നിട്ട് പോലും ഇവർ പറയുന്ന ആരോപണം ഉണ്ട് എന്ന് ഇവർക്ക് പ്രൂവ് ചെയ്യാൻ NIAക്ക് പോലും പറ്റിയിട്ടില്ല. നോക്കൂ, ഇപ്പോഴും കേരളം സൊമാലിയ പോലെയാണ് എന്ന് വിശ്വസിച്ച് കേരളത്തിലോട്ട് നോക്കി പരിതപിച്ചിരിക്കുന്ന ഉത്തരേന്ത്യക്കാരുണ്ടെന്നേ. കേരളത്തിന് എന്തെങ്കിലും സഹായം ചെയ്യണം എന്ന് നരേന്ദ്രമോദി പറഞ്ഞതുപോലെ കേരളം സൊമാലിയാണ്, അവിടെ ഒരുപാട് പേർ പട്ടിണി കിടന്ന് മരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഉത്തരേന്ത്യൻ സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അത്തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യത്തിൽ ഈ സാധനം ദൂരദർശനിലൂടെ ഇവരുടെ വിഷം വമിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ അത് തീർച്ചയായും കൊള്ളേണ്ടടുത്ത് കൊള്ളുമെന്ന് വളരെ കൃത്യമായി അവർക്കറിയാം. ബി ജെ പി ഓൺ ചെയ്യുന്നില്ല. നോക്കൂ, നേരത്തെ പറഞ്ഞു ഈ സിനിമയ്ക്ക് മുൻപ് ഇതേ സംവിധായകൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയിൽ 17,000 കണക്ക് പറയുന്നുണ്ട്. ഇതിന്റെ ട്രെയിലറിൽ 32,000 കണക്ക് പറയുന്നുണ്ട്. പക്ഷേ ഈ ഡോക്യുമെന്ററിയും ഈ ട്രെയിലറും അല്ല ദൂരദർശൻ പ്രദർശിപ്പിക്കുന്നത്. ദൂരദർശൻ പ്രദർശിപ്പിക്കുന്ന സിനിമയാണ്. ഈ ഡോക്യുമെന്ററിയിലോ ട്രെയിലറിലോ ഉള്ള കണക്കല്ലല്ലോ ആളുകൾ കാണുന്നത്. ഈ സിനിമയുടെ കണ്ടന്റിനെ പറ്റി ഇപ്പോഴും ഒരു തർക്കവും പറഞ്ഞിട്ടുള്ള 32,000 കാര്യത്തിൽ മാത്രമേ എതിരഭിപ്രായമുള്ളൂ. അതാണെങ്കിൽ ദൂരദർശൻ പ്രക്ഷേപണം ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളുടെ പ്രശ്നം എന്താണ്? ആ സിനിമ ഒരു പ്രൊപ്പഗാൻഡ സിനിമയാണ് എന്നുള്ളത് കൊണ്ടാണ് അത്തരം കണക്കുകൾ മുന്നേ കൂട്ടി ചെലവാക്കാൻ ശ്രമിച്ചത് എന്ന സാമാന്യ ബോധം ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. അത് സിമ്പിൾ ആണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.